ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. നിങ്ങളിൽ പലർക്കും അറിയാത്ത, എന്നാൽ ചിലർക്കൊക്കെ അറിയാവുന്ന മഷിനോട്ടമാണ് ഈ ചിത്രത്തിന്റെ പ്രമേയം. എന്താണ് ഈ മഷിനോട്ടം? പൂജാവിധികളോടെ നിർമ്മിച്ച മഷി വെറ്റിലയിൽ പുരട്ടി പ്രവചനം നടത്തുന്ന രീതിയാണ് മഷിനോട്ടം. പണ്ടുമുതലേ കേരളീയ ഗ്രാമങ്ങളിൽ നിലനിന്നു പോന്നിരുന്ന ഈ രീതി ഇന്നും ചിലയിടങ്ങളിൽ നിലവിലുണ്ട്. അതിലൊരു ഗ്രാമമാണ് മുങ്ങാങ്കുഴി. അവിടുത്തെ 2 മഷിനോട്ടക്കാരുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്നെത്തി നോക്കാം. എന്റെ ഈശ്വര, ഞങ്ങളെ കാര്യമായിട്ടൊന്ന് സഹായിക്കണേ. ഇന്നലെ രാത്രി ഇവിടെ പൂജയ്ക്ക് പായസം വെച്ച് ഉരുളിയാ. ഇന്നലെ എവിടെ പോയി? എവിടെന്നെങ്കിലും തപ്പിയെടുത്തില്ലെങ്കിൽ തമ്പ്രാൻ നമ്മളെ പൊരി പൊരിക്കും. ഒന്ന് വേഗം തരേടൂ. ഇത്രയും ജോലിക്കാരുണ്ടായിരുന്നിട്ടും ആ ഉരുളി മോശം പോയതാൽ കഷ്ടം തന്നെയാ. 2-3 മണിക്കൂർ വരെ ഇതിനകത്ത് കിടന്ന് തെരച്ചു തുടങ്ങിയിട്ട് ഒരു രക്ഷയും കാണുന്നില്ല. എവിടെ പങ്കജാക്ഷൻ? എല്ലാരും ഉരുളി തിരയുമ്പോ പങ്കജാക്ഷേട്ട ഉരുളി ഇട്ട് തിന്നുക. ഞാൻ തിരയുകയായിരുന്നു. ഉരുളി തിരയുന്നത് ഭരണിക്കകത്താണോ? കുന്തം പോയാൽ കുടത്തിലും തപ്പണമെന്നല്ലേ?
ഞാൻ തപ്പുമായിരുന്നു. തപ്പിയപ്പോ കിട്ടിയത് നല്ല മധുരമുള്ള ഉണ്ണിയപ്പായിരുന്നു. പങ്കജാക്ഷ ഓ വിളിക്കണു. വിളിച്ചുവോ? കുറെ നേരമായല്ലോ തിരയുന്നു. എവിടെയാണ് എന്റെ ഉരുളി? പലയിടത്തും തെരഞ്ഞു തമ്പുരാനെ. സമയം പാഴായതല്ലാതെ ഉരുളി കണ്ടു കിട്ടിയില്ല. കിട്ടില്ല. നിന്നെയൊക്കെയല്ലേ കാര്യസ്ഥനാന്ന് പറഞ്ഞ് തീറ്റിപ്പോയിരുന്നത്. കാഴുക. സ്നേഹം കൊണ്ട് വിളിച്ചതാ കേട്ടോ. അതെ അതെ. തറവാട് ഭാഗം വെച്ചപ്പോ വല്യമ്മാവന്റെ കൈ കൊണ്ട് കിട്ടിയ മുതലാ. എനിക്ക് ആ ഉരുളി വേണം. പഴയ മുതലല്ലേ തമ്പുരാനെ, പോട്ടേന്ന് വെച്ചൂടെ? ഓട്ടേന്ന് വെക്കാനോ? തമ്പുരാൻ വിരോധത്തിൽ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. മോഷണം പോയ വസ്തു മഷി നോക്കി കണ്ടുപിടിക്കുന്നതിൽ വിദഗ്ധരായ 2 മഷിനോട്ടക്കാര് നമ്മുടെ ഗ്രാമത്തിൽ തന്നെ ഉള്ളത് തമ്പുരാൻ അറിയാവുന്നതല്ലേ? വടക്കേക്കര കണാരൻ കാരണവരും തെക്കേക്കര നാരായണത്തള്ളിയും ഉരുളി അവര് കണ്ടുപിടിച്ചത്. രണ്ടും എന്റെ ബന്ധുക്കളാ. എന്റെ അമ്മ വീട്ടുകാരാ കണാരൻ കാരണവരുടെ ഭാര്യ വീട്ടുകാര്. ഒരു സ്വത്ത് തർക്കത്തില് ഞങ്ങൾ തമ്മിൽ അത്ര സ്വരച്ചേർച്ചയിലല്ല. അതുകൊണ്ട് അവിടെ പോണ്ടെന്നാ എന്റെ അഭിപ്രായം. അവിടെ തന്നെ പോണം. അതും പങ്കജാക്ഷൻ തന്നെ പോണം. എന്റെ ദൈവമേ, ഏതെരണം കെട്ട നേരത്താണോ ഈ ഉരുളിക്ക് ഉരുണ്ടുപോവാൻ തോന്നി? പങ്കജാക്ഷ എന്താ ആലോചിച്ച് നിൽക്കണേ? ഇനിയും വഹിക്കാതെ പോവാ. എന്തൊരു കാര്യം പോവാ. മോനെ മണികണ്ഠ, അച്ഛനില്ലേ ഇവിടെ? ഉണ്ടല്ലോ. ആരാത്? ഞാനാ പങ്കജാക്ഷൻ. ഇങ്ങോട്ടുള്ള വഴിയല്ല ഓർമ്മയുണ്ടോ നിനക്ക്? ഒന്നും മറന്നിട്ടില്ല. ഒരാവശ്യം വരുമ്പോ വന്നാ മതിയല്ലോ. കയറിയിരിക്കോ. ഔവ്വ്. വിശാലാക്ഷി, എന്തേ? പങ്കജാക്ഷൻ വന്നിരിക്കുന്നു. ഞങ്ങളൊന്നും മറന്നിട്ടില്ല അല്ലേ? സ്വത്ത് തർക്കവും ബഹളവും ഒക്കെ ഞാൻ അന്നേ മറന്നില്ലേ. എന്റെ അമ്മ വീട്ടുകാരെ ഒഴിവാക്കാൻ പറ്റുമോ എനിക്ക്? ഞാൻ ഇന്നിപ്പോ വന്നത് ചെമ്പകത്തറവാട്ടിലെ ഒരു ഉരുളി മോഷണം പോയി. കള്ളനെ കണ്ടുപിടിക്കാൻ മഷി നോക്കാൻ വന്നാ. ഒരു ഉരുളി കാരണമെങ്കിലും ബന്ധുക്കളെ ഓർത്തല്ലോ. ആ, എന്നായിരുന്നു സംഭവം? ഇന്നലെ. വിശാലാക്ഷി ഇവരാവില്ല. വിശാലാക്ഷി ഇവിടെ നോക്കൂ. ആ എന്റെ ഈശ്വര, സത്യം സത്യമായി തന്നെ കാണിച്ചു തരണേ. ദേവി സർവൈശ്വര്യ സമസ്തമഞ്ജുദേവി കാശിപുരാധീശ്വരിപ്പിച്ചു. ചെമ്പകത്തറവാറിലെ ഉരുളി കേട്ടത് ആരാ? ഉരുളി തലേന്ന് മുക്കി മുഖം കാണിക്കണ പെരിക്കള്ള. ഈശ്വര, ഇതെന്തൊരു പരീക്ഷണം! പറയൂ കണാരേട്ടാ, ആരാ കള്ളൻ? അത് പറഞ്ഞാൽ ഇവിടെ പലതും നടക്കും. എന്ത് നടക്കട്ടെ, പറയൂ കണാരേട്ടാ. എന്നെ കൊണ്ടത് പറയിപ്പിക്കരുത് പങ്കജാക്ഷ. കള്ളൻ എത്ര ഘോര ഭയങ്കരനായാലും അത് കേൾക്കാനുള്ള ശക്തി എന്റെ കാതുകൾക്കുണ്ട്. പറയൂ കണാരേട്ടാ. എന്റെ മോനെ രക്ഷിക്കണമെങ്കിൽ ഇവനിട്ട് ഭാരമണതേ പറ്റൂ. മറ്റൊന്നും തോന്നരുത്. മഷിയിൽ തെളിഞ്ഞു കാണുന്നത് പങ്കജാക്ഷന്റെ രൂപം തന്നെയാ. ഞാനോ? കണാരേട്ട എന്തായി പറയണേ? മഷിയിൽ കാണുന്നതല്ലേ പറയാൻ പറ്റൂ. ഉരുളി കട്ടത് ഞാനോ? ഞാൻ പറഞ്ഞത് സത്യമാണ്. ഇത് ശരിയല്ല, കള്ളമാണ്. കണാരൻ കാരണവർ മുഴുവൻ പറയും. പങ്കജാക്ഷൻ എന്ത് ചെയ്തു? മുഴുങ്ങി തിന്നു. എന്റെ കൂടെ വന്നിട്ട് എനിക്കിട്ട് ഭാരം പണിയോടാ. കുറച്ചു നേരമായിട്ട് എനിക്കും തോന്നി സംശയം. കക്കുമ്പോ ഓർക്കേണ്ടിയിരുന്നു. നനയ്ക്കാൻ വെച്ചിട്ടുണ്ട്. പഴയ പകയൊക്കെ മറന്ന് ഞാനിവിടെ വന്നിട്ടും എന്നെ ചതിക്കുകയാണോ താൻ? വിശാലാക്ഷി, ഇത് ശരിയല്ലോ. ശരിയല്ലാത്തത് ചെയ്യുമ്പോ ഓർക്കേണ്ടിയിരുന്നു. എല്ലാവരും കൂടെ എന്നെ ചതിക്കാൻ നോക്കണ്ട. എനിക്ക് നിങ്ങളുടെ മഷിനോട്ടത്തിൽ വിശ്വാസമില്ല. ഞാൻ പോകുന്നു. മഷിനോട്ടാണ് അത്ര കള്ള എരപ്പൻ. എനിക്ക് വിശ്വാസമുണ്ട് കാരണവരെ, നിങ്ങൾ പറയും. എന്നാൽ വേഗം പോയി ആ തറവാട്ടിലെ കാരണത്തോട് പറ, ആ കള്ളം പങ്കജാക്ഷ ഇപ്പൊ തന്നെ പിടിച്ച് പുറത്തുകളെ. ഓ ശരി. അച്ഛാ, റേഡിയോ ശരി. ഹോ, ഇവനെന്റെ മകനായി നിങ്ങൾ എന്തായി കാണിക്കുന്നേ? ഇല്ലത്തെ ഉരുളി കേട്ടത് ഇവനാ. ഇവനെ രക്ഷിക്കാൻ ഞാൻ കള്ളം പറയേണ്ടി വന്നല്ലോ ദൈവമേ. എന്റെ ഈശ്വര, ഞാൻ എന്തായി കേൾക്കുന്നേ? വെറുതെ ഒച്ചുണ്ടാക്കുന്നു വേണ്ട. എന്നെ പോലുള്ള കള്ളന്മാർ ഓരോന്ന് മോഷിച്ചെടുക്കുന്നുണ്ടല്ലോ അച്ഛനെ പോലുള്ള മഷിനോട്ടക്കാർക്ക് ജോലി ഉണ്ടാവുന്നത്. കാഴുതേ, വർഷങ്ങളായി ഇവിടുത്തെ ഉപ്പും ചോറും തിന്നിട്ട് നീ തന്നെ ഇത് ചെയ്തല്ലോ. എന്റെ പൊന്ന് തമ്പുരാനെ, എന്നെ വിശ്വസിക്കുക. ഞാൻ ഉരുളി മോഷ്ടിച്ചിട്ടില്ല. ആ കണാരൻ കാരണം ഒരു പൂർവ്വ വൈരാഗ്യത്തിന് എന്നെ കള്ളനാക്കിയതാ. വേണ്ട, ഇനി ഒന്നും പറയണ്ട. ഇവിടത്തെ കാര്യസ്ഥൻ തന്നെ ഇവിടത്തെ ഉരുളി മോഷ്ടിക്കുക. തല്ലി കൊല്ലിയാ വേണ്ടത്. കുറെ കാലം ഇവിടെ കഴിഞ്ഞതല്ലേ, അതുകൊണ്ട് അവന് മനസ്സ് വരുന്നില്ല. ഇനി ഒരു നിമിഷം എന്റെ കൺമുമ്പിൽ കണ്ടുപോകരുത്. ഇറങ്ങി അവിടുന്ന്. എന്നെ പുറത്താക്കരുത്, ഞാൻ പോവില്ല. പിടിച്ച് പുറത്താക്കണായി കള്ള തമ്മാടി. ഞാൻ പോവില്ല. ഞാൻ പറയണ ഒന്ന് കേൾക്കൂ. ഇവരോട് പറയൂ എന്നെ പുറത്താക്കരുത്. തമ്പുരാനെ, തമ്പുരാനെ, എന്നെ പുറത്താക്കരുതെന്ന് പറയൂ. ഞാൻ ഉരുളി മോഷ്ടിച്ചിട്ടില്ല കേട്ടോ. അന്തയ്ക്ക് പറഞ്ഞ പണിയാണോ കാരണവർ കാണിച്ചത്? കൊല്ലത്രേ പങ്കജാക്ഷൻ അവിടെ കാര്യസ്ഥനായിട്ട്. നിങ്ങൾ ഇങ്ങനെ കുത്തിയിരുന്നോണ്ട് കള്ളപ്പേര് മാറുമോ പങ്കജാക്ഷ? എഴുന്നേറ്റ് നടന്നതുകൊണ്ട് മാറില്ലല്ലോ. ഒരു നയാ പൈസ പോലും ഇന്നുവരെ ഞാൻ ആരുടെയും മോഷ്ടിച്ചിട്ടില്ല എന്റെ തമ്പുരാനെ. എന്നിട്ട് എന്തിനാണ് ആ കിഴവൻ മഷിനോട്ടം എന്നെ കള്ളനാക്കിയത്? അതാണ് മനസ്സിലാകുന്നത്. ഒന്ന് ചോദിച്ചോട്ടെ,
അയാൾക്ക് നിങ്ങളോട് പൂർവ്വ വൈരാഗ്യം വല്ലതുണ്ടോ? എന്റെ അമ്മയുടെ അച്ഛന്റെ വീട്ടുകാര് അങ്ങയുടെ ഭാര്യ വീട്ടുകാര് അമ്മയുടെ മുതലിൽ അവകാശം ചോദിച്ച് ഞാനൊന്ന് ഉരസിയിരുന്നു കഴിഞ്ഞ ദീപാവലിക്ക്. കുടിപ്പകയാ കുടിപ്പക. പങ്കജാക്ഷ ഇത് വെറുതെ വിടരുത്. നിങ്ങൾ ഏഷന് കൂട്ടണ്ട വൈദ്യരെ. നാട്ടുകാര് തന്നെ ഏഷണി വൈദ്യം എന്ന് വിളിക്കുമ്പോ ഞാനായിട്ട് എന്തിനു കുറയ്ക്കണം? എനിക്ക് അവരോട് ഇത്തിരി വൈരാഗ്യവും ഉണ്ട്. നാട്ടുകാർക്ക് ഇപ്പൊ എന്റെ വൈദ്യത്തെക്കാൾ ഇഷ്ടം അവരുടെ മഷിനോട്ടമാണല്ലോ. നാട്ടുകാർക്ക് വിവരമുണ്ട്. എന്നെ പെരുവഴിയിലാക്കിയ കണാറിനെ വെറുതെ വിടില്ല. ഞാനുണ്ട് പങ്കജാക്ഷ കൂടെ. ജി അടങ്ങാറിനൊന്നും പോണ്ട. മശുവാട്ടക്കാർ ഇനിയുണ്ടല്ലോ ഇവിടെ. ജി നാരായണ തള്ളന്റെ അടുത്തൊന്നും ചെല്ല്. അത് വേണോ? വേണോ? ജി ചെല്ല്. ശരി. വേണ്ട, അമ്മാവനെയും എന്റെ അമ്മേനെയും കുറ്റം പറഞ്ഞ് ഈ പടി ഇറങ്ങിപ്പോയ നിങ്ങളിപ്പോ ഇങ്ങോട്ട് വരണ്ട. അതൊക്കെ കഴിഞ്ഞ കഥയല്ലേ എന്റെ അച്ചു. ഞാനിപ്പോ വന്നത് പുതിയൊരു മനുഷ്യനായിട്ടാ. എനിക്ക് നിന്റെ അമ്മയെ കാണണം. മഷി നോക്കാനാ. ഞങ്ങൾക്ക് ഇവിടെ പങ്കജാക്ഷേട്ടൻ മഷി നോക്കി കിട്ടിയ പണം കൊണ്ട് കഴിയേണ്ട ഗതികാരൊന്നുമില്ല. അച്യുതാ, അവനിങ്ങോട്ട് കയറ്റി വിട്. കേട്ടോ, നിനക്ക് വിവരമില്ലെങ്കിലും നിന്റെ തള്ളക്ക് വിവരമുണ്ട്. കൈയെടുക്കടാ. നാരായണിയടത്തി കഴിഞ്ഞതൊക്കെ മറക്കുമെന്ന് എനിക്കറിയാം. മറന്നിട്ടൊന്നുമില്ല. എന്താ വന്ന കാര്യം? മഷി നോക്കാം, അല്ലാണ്ടെന്താ? എന്റെ ജോലി അതാണല്ലോ. താൻ കേറിയിരിക്കേ. ചെരുപ്പ് നൂരിട്ടെ. അമ്മേ, ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരാം. ഒറ്റയ്ക്ക് പോണ്ട, അച്ഛനെ കൂട്ടുവിളിച്ചോളൂ. ലംബോദര, എന്നെ വിളിച്ചു. അംബികയുടെ കൂടെ അമ്പലത്തിൽ പോയിട്ട് വരും. അച്ഛൻ അമ്മയുടെ പുറകെ കൊട പിടിച്ച് നടന്നാ മതി. ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. മിടുക്കി. ടെമ്പോരേട്ടന് സുഖം തന്നെയാണോ? അല്ല, ആരിത് എപ്പോ ലംബോദര, ലോഹ്യം പറച്ചിലൊക്കെ പിന്നെ ആദ്യം അടുക്കളയ്ക്ക് ചെല്ലേ. അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്ക്. ഇതിന് മോചനമില്ലയോ? മോചനൊക്കെ ഇരിക്കട്ടെ, തനിക്ക് എന്തിനെ പറ്റി അറിയേണ്ടത്? ആ, കണാരേട്ടൻ മഷി നോക്കിയപ്പോ തറവാട്ടിലെ ഉരുളി കെട്ടത് ഞാനാണെന്ന് പറഞ്ഞു. ഞാനത് ചെയ്തിട്ടില്ല. ഏടത്തി നോക്കിയ സത്യം എന്താണെന്ന് അറിയാലോ. കണാരേട്ടൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മാറ്റം ഉണ്ടാവില്ല. ചില സമയത്ത് മാറ്റം ഉണ്ടാവും. ഒരിക്കലും മാറ്റം ഉണ്ടാവില്ല. ഏതായാലും പങ്കജാക്ഷന്റെ മനസ്സമാധാനത്തിന് വേണ്ടി ഞാനൊന്ന് നോക്കാം. തെക്കേകര തറവാടിന് താങ്ങും തണലുമായ ദേവി സത്യം സത്യമായി കാണിച്ചു തരുന്നു. തറവാട്ടിലെ ഉരുളി മോഷ്ടിച്ചത് ആരാ? എന്നെ കള്ളനാക്കിയ പെരുങ്കള്ളൻ ആരാണെന്ന് പറയും. എന്നിട്ട് വേണം അവന്റെ കുടലോട് എനിക്ക് മാലയിടാൻ. വെറുതെ അല്ല കണാരേട്ടവനെ കള്ളനാക്കിയത്. എനിക്കും വേറെ വഴിയില്ലല്ലോ. കണാരേട്ടൻ പറഞ്ഞത് തന്നെ സത്യം. ഉരുളി കട്ടത് പങ്കജാക്ഷൻ തന്നെ. ഞാൻ പോലും അറിയാതെ ഞാൻ എങ്ങനെ ഉരുളി കെട്ടു? നിങ്ങൾ ആങ്ങളെയും പെങ്ങളും കൂടി മനഃപൂർവ്വം എന്നെ കുരുക്കിലാക്കുകയാണല്ലേ? ഇതിൽ കാണുന്നത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. വലിയ വർത്താനൊന്നും പറയാതെ പോണ്ട അവിടുന്ന്. ഞാൻ പോവുകയാണ്. നിരപരാധിയായ ഒരുത്തനെയാണ് നിങ്ങൾ ആങ്ങളെയും പെങ്ങളും കൂടി കള്ളനാക്കിയത്. ദൈവം നിങ്ങളെ വെറുതെ വിട്ടാലും ഞാൻ നിങ്ങളെ വെറുതെ വിടില്ല. ശരിക്കുന്നുള്ളിക്കോ? എവിടെയാണ് പടുപാവൻ നീ ആ ഉരുളി കൊണ്ടുവച്ചത്? ദൂരെയൊന്നുമല്ല, ഇവിടത്തെ കളപ്പുരയ്ക്കകത്താ. എന്റെ വയറ്റിൽ ഇങ്ങനെ ഒരു സന്തതി വന്ന് പിറന്നല്ലോ എന്റെ ദൈവമേ. ഏതായാലും ഇവൻ എന്റെ മകനാകാൻ വഴിയില്ല. കൂട്ടിലിട്ട വെരുകിനെ പോലെ ഇങ്ങനെ തെക്ക് വടക്ക് നടന്നിട്ട് വല്ല കാര്യമുണ്ട് എന്റെ കണാരേട്ട? ഒരു കള്ളന്റെ തന്ത എന്റെ ആങ്ങള, വേറൊരു കള്ളന്റെ തള്ള ഈ ഞാനും. തലവിധി. തലവിധിയല്ല, ഇത് തലതെറിച്ചോടെ പോക്കരുത്തരാ. കുലദൈവത്തെ പോലെ നമ്മൾ ആരാധിക്കുന്ന മഷിയിൽ നോക്കി കള്ളം പറയേണ്ടി വന്നില്ല പെങ്ങളെ. അപ്രിയമായ സത്യം പറയരുതെന്ന് ഭഗവത്ഗീത വരെ പറഞ്ഞിട്ടുണ്ട്. അതും പറഞ്ഞോണ്ട് എന്നാ പോലീസ് കേൾക്കോ? സംശയത്തിന്റെ പേരിലാ പങ്കയാറ്റ തറവാട്ടിന്ന് പുറത്താക്കിയത്. അയാൾ സത്യം കുത്തിപ്പൊക്കിയാൽ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? അവൻ സത്യം കുത്തി പൊക്കുന്നതിന് മുമ്പ് നമ്മൾ അവനെ കുത്തി മലർത്തണം. തൊണ്ടി സഹിതം പോലീസിന്റെ പിടിയിലായാൽ പങ്കജാക്ഷന് കുറ്റം സമ്മതിച്ചല്ലേ പറ്റൂ. ഇന്ന് രാത്രി ആരും അറിയാതെ നമ്മൾ ആ ഉരുളി പങ്കജാക്ഷന്റെ വീട്ടിൽ കൊണ്ടിടുന്നു. എന്താ? ബുദ്ധിയുടെ കാര്യത്തിൽ നീ എന്റെ ചേച്ചി തന്നെ ആരാടിയ? കണാരേട്ടാ, വീടെത്തി. വാ വാ.
വാ വേഗം വാ. ഉരുളി പതിനേട്ടാ ഒന്ന് വന്നേ ഉരുളി ഒന്നിന് വേഗം വന്നേ ഇതാ ഉരുളി. ഉരുളിയോ? അതേന്നേ തറവാട്ടിലെ ഉരുളി. അതെ തറവാട്ടിലെ ഉരുളി. ഇതെങ്ങനെ ഇവിടെ എത്തി ഉരുളി? ഉരുളാതെ കാര്യം പറ മനുഷ്യനെ. ഇതെങ്ങനെ ഇവിടെ എത്തി? അതാ ഞാനും ആലോചിക്കുന്നത്, ഇതെങ്ങനെ ഇവിടെ എത്തി ഉരുളി? നടന്നു വന്നതാവും. സത്യം പറ മനുഷ്യനെ. അതാ പോലീസ് കൃത്യസമയത്തിന് എത്തി. ഇതാണ് പോലീസ്. കാണാതെ പോയ ഉരുളി. എടുത്തോട്ടെ സാർ, എടുത്തോ സാർ. നിങ്ങളാണോ മകദാശൻ? അതെ. ഇയാളെ സ്ഥലത്ത് മോഷിച്ചത് വെറുതെ ഞാനോ? അഭ്യാസമൊന്നും വേണ്ട. അയ്യോ, ഉരുളി മോഷണത്തിന് തന്നെ തൊണ്ടി സാഹിബ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. എന്റെ ദൈവമേ. എന്റെ ചേട്ടൻ മോഷ്ടിച്ചിട്ടില്ല. അതൊക്കെ സ്റ്റേഷനിൽ ഒന്ന് പറഞ്ഞാൽ മതി. സാറേ, എനിക്ക് താരോ പാര വെച്ചതാ. ഞാൻ ഒന്നും അറിഞ്ഞതല്ല, എനിക്കൊന്നും മനസ്സിലാകുന്നുമില്ല. എല്ലാം ഞങ്ങൾ മനസ്സിലാക്കി തരാം. നടക്കണം. ജീപ്പ് കൊണ്ടുവന്നില്ല സാർ? ജീപ്പോ? നടക്കണം. ഉരുളി എടുത്തോണ്ട് നടക്കണം. ഉരുളി അതങ്ങ് മറന്നു. നടത്തേക്കടാ. അയ്യോ സാറേ, തികച്ച തലവേദനിക്കുമല്ലോ. നടക്കണം. ഓ നടക്കാം. സാർ, എന്റെ ഭാര്യയോട് ഒരു വാക്ക് പറയട്ടെ. അതെ, നല്ല അസല കക്ഷികളോടൊപ്പാ പോണത്. ഇവരെന്നെ ചതയ്ക്ക് ഉറപ്പാ. വറക്കാൻ ഉരുളിയും കയ്യിലുണ്ട്. ഞാൻ തിരിച്ചു വന്നില്ലേ, നീ വേറൊരു കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിച്ചു. ചേട്ടാ, ഞാൻ ആരെല്ലാം പേര് അരച്ച് കലക്കി കുടിച്ചു. എന്നെ വിറളി പിടിപ്പിക്കാതെ പറളി രമേ. ചേട്ടാ, കേക്കില്ലേ? പാവം അറിയാത്ത കേട്ടോ. പുഷ്പേരായല്ലോ പങ്കജാക്ഷ, നിനക്കിതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു. കഷ്ടം. എന്തായാലും കാണാൻ നല്ല സ്റ്റൈൽ ഉണ്ടല്ലേ? ഒന്ന് നിക്കണേ, എന്റെ പൊന്നമ്പികല്ലേ, ഒന്ന് നിക്കണേ. ഇതാരും റോമി ഭാസ്കരനോ? കുറെ കാലമായി ഞാനൊരു ആഗ്രഹം മനസ്സിട്ട് കിട്ടിയത്. എന്താ അത് അംബികയുടെ തുറന്നു പറയാൻ എനിക്കൊരു മടി. മടിക്കണ്ട, പറഞ്ഞോളൂ. പറയട്ടെ. എന്തേ? ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയല്ലേ? എനിക്കും നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. വല്ലാത്തൊരു ജന്മം തന്നെ ഈ റോമിയോ. എങ്ങനെയുണ്ടായിരുന്നു എന്റെ അടി? അയാൾ തിരിച്ചു തല്ലാതിരുന്നത് ഭാഗ്യം. ഒന്ന് പോടി. അയ്യടാ, വേറെ എന്താ ഭാസ്കര, കാലത്ത് തന്നെ ഒരു വ്യായാമം. പലവർക്കും പ്രേമലേഖനം കൊടുത്തോ? കൊടുത്തില്ല, അതിനു മുമ്പ് കിട്ടി. എന്ത് തല്ലി. ആരാ കക്ഷി? നാരായണ തലയുടെ മോള് അംബിക. തല്ലിയാണ് വഴികെട്ടു. അവര് തമ്മിലുള്ള കല്യാണം ഉറപ്പിച്ചിരിക്കല്ലേ, അതിനിടയ്ക്ക് നീ ചെന്ന്. ആ കുട്ടിയെ എനിക്ക് ഇഷ്ടാ. അപ്പൊ തങ്കമണിയോ? അതിനെനിക്കിഷ്ടാ. നീ കൊള്ളാലോ. ഇതില് ഏതെങ്കിലും ഒന്നിനെ എനിക്ക് തരപ്പെടുത്തി തരാമോ വൈദ്യരെ? വഴിയുണ്ട്, പക്ഷെ കുറച്ച് പണം ചെലവാകും. പണം എത്രയായാലും വേണ്ടില്ല. എന്താ വഴി? വശീകരണ കഷായം. വശീകരണ കഷായോ? വശീകരണ കഷായം ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയുടെ മുമ്പിൽ വെച്ച് തന്നെ കുടിക്കണം. പിന്നീട് നീ എന്തു പറയുന്നുവോ അത് അവൾ അനുസരിക്കും. ഒന്ന് പെട്ടെന്ന് ശരിയാക്കിട്ടോ വൈദ്യരെ. ആദ്യം പണം, പിന്നെ കഷായം. ഇതാ. എന്താ എന്നെ കണ്ടിട്ട് പ്രത്യേകിച്ച് വല്ലതും തോന്നുന്നുണ്ടോ? ഉണ്ടല്ലോ. എന്താ അത്? ഇച്ചിരി ബട്ടണം തോന്നുന്നു. ഉണ്ടല്ലോ, എല്ലാ കാമുകന്മാർക്കും പട്ടാണ്. അതൊരു ലോകസത്യമല്ലേ? കാമുകനോ? ആര്? ഞാൻ അംബികയുടെ. അയ്യടാ, പ്രേമിക്കാൻ പറ്റിയൊരു മോണ്ടേ. പോകരുത്, കുറച്ചു സമയം കൂടെ ഒന്ന് കഴിഞ്ഞോട്ടെ. മരുന്നിന്റെ ഫലം അറിയാൻ പോകുന്നതേ ഉള്ളൂ. മരുന്നോ? അംബിക എന്റെ പെണ്ണായതുകൊണ്ട് പറയാം, ആരോടും പറയരുത്. വശീകരണ കഷായം. എന്താ ഇങ്ങനെയാണ് പ്രേമിക്കാൻ പോകുന്നത്? എനിക്ക് വയറ്. ഇതെന്താ, എന്ത് പറ്റി? എനിക്ക് പിന്നെ കുറച്ച് സത്യം പറയാലോ, ഇപ്പൊ എനിക്കൊരു അല്പം പ്രേമൊക്കെ തോന്നി. പിന്നെ വരാം. അങ്ങനെയൊക്കെ പോയാലോ?
തുടങ്ങിയില്ലല്ലോ പ്രേമം തുടങ്ങിയില്ലല്ലോ എനിക്ക് പ്രേമിക്കട്ടെ. കാണില്ല, കണ്ടാ പ്രേമിക്കൂല. പ്രേമിക്കാൻ പോലും തിരിച്ചു പോലും റോക്കറ്റ് വീണ വേഗത്തിലല്ലേ ആ റോമേ ഭാസ്കരൻ ചാടിയത്. വൈദ്യര് അവന് വയറിളക്കത്തിന് മരുന്ന് കൊടുത്ത വിവരം ആർക്കറിയാത്തത്? ഏതായാലും ഇനി അവൻ അംബികയെ ശല്യം ചെയ്യില്ല. ഇടയ്ക്കിടയ്ക്ക് ശല്യം ചെയ്യാൻ ഇവിടെ വേറൊരാളുണ്ടല്ലോ. എന്റെ അച്ഛനും അച്ഛമ്പങ്ങളായ നിന്റെ അമ്മയും കൂടി നമ്മുടെ കല്യാണം ഉറപ്പിച്ചിട്ട് നിന്റെ വയസ്സിന്റെ അത്രയും കാലായി. ഇനിയുള്ള കാലം കൂടെ ഈ ശല്യക്കാരനെ സഹിച്ചേ പറ്റുള്ളൂ. അതൊന്ന് മനസ്സിലടിക്കട്ടെ. നമ്മുടെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, ശരിയാക്കി തരുന്നുണ്ട് ഞാൻ. അതിന് നിന്റെ പെൺകോന്തൻ തന്തയല്ല ഞാൻ. ദാമ്പത്യ ജീവിതം എങ്ങനെ വിജയിപ്പിക്കാമെന്ന് വിശദമായി ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. എങ്കിൽ എന്റെ ഭാവി പറഞ്ഞൊന്ന് കേട്ടോ. മറ്റന്നാൾ എന്റെ പിറന്നാള്. എനിക്ക് എന്താ തരാൻ പോണേ? ഒരു ചൂട് മുത്തം തരാം. അയ്യേ, നാളല്ലേ മണിയേട്ടന്? എനിക്കൊരു വെള്ള മുത്തുമാല വാങ്ങിച്ചു തരോ? എന്തിനാ മുത്തുമാലയാക്കുന്നത്? ഒരു സ്വർണ്ണമാല തന്നെ വാങ്ങിച്ചുതരാം എന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞ അതൊരു അധിക പ്രശ്നമാവും. അതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട്. മുത്തുമാലയാണെങ്കിൽ ഒന്നല്ല, ഒരാറെണ്ണം ഞാൻ വാങ്ങിച്ചു തരാം. 6 എണ്ണം വേണ്ട, എനിക്ക് 1 മതി. നേരം കുറയും മണിയേട്ടാ, അമ്മ അന്വേഷിക്കുന്നുണ്ടാവും. കുറച്ചു നേരം കൂടെ ഇരിക്കുന്നു. അമ്മ അറിയല്ലോ മണിയേട്ടന്. ഞാൻ പോട്ടെ. മറ്റന്നാളേ മാല വേണോട്ടോ. പിന്നെ ഇവിടെ പ്രേമിക്കാൻ മുത്തുമാല വേണം, മുത്തുമാല വാങ്ങിക്കാൻ പണം വേണം, പണത്തിന് മോഷ്ടിക്കണം. എന്റെ ദൈവമേ, പ്രേതബാധയുള്ള സ്ഥലമാണെന്ന് അറിയാം. പക്ഷെ സ്വൈര്യമായിട്ട് തേങ്ങ മോഷ്ടിക്കാൻ വേറെ വഴിയില്ലഞ്ഞിട്ടാ. പ്രേതങ്ങൾ ഉപദ്രവിക്കരുതേ. പേര് തെങ്ങിന്റെ മുകളിലൊന്ന് കേറുക. രാത്രി ആയതുകൊണ്ടൊന്നും കാണാനും പറ്റുന്നില്ല. ടോർച്ചെടുക്കാൻ മറന്നുപോയി. പകലൊന്ന് നോക്കി വെക്കായിരുന്നു. ഇനിയിപ്പോ ഈ തെങ്ങിന്റെ മുകളിൽ തന്നെ കയറാം. നീളമുള്ള ഈ തെങ്ങിൽ കുലയും ഉണ്ടാവുന്ന പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കട്ടെ. എന്റെ തെങ്ങ്, നിന്റെ തേങ്ങ എന്റെ അമ്പികയ്ക്ക് മാല കാണാൻ. നേരം വെളുപ്പിക്കല്ലേ. തേങ്ങയായിരുന്നു, പേടിപ്പിച്ച് കളഞ്ഞല്ലോ. ഇഷ്ട തലേനെ വീഴാഞ്ഞ ഭാഗ്യം. കൊള്ളാലോ, ഇതിന്റെ മുകളിൽ മൊത്തം സൈസ് ആണെങ്കിൽ എന്റെ അമ്പികയ്ക്ക് മുത്തുമാല. ഇതെന്താ തേങ്ങ മുഴയോ? ഏതായാലും ഇന്നത്തെ പണി കുറഞ്ഞു കിട്ടി. തെങ്ങാണെങ്കിലും മനസാക്ഷിയുണ്ട്. ആരെ കണിയുണ്ടോ? അത് അവിടെ തന്നെ കാണിക്കണേ. ഇതുകൊണ്ട് അമ്മയ്ക്കൊരു 10 മുത്തുമാലെങ്കിലും മേടിക്കാം. അയ്യോ, നടുപോയി. കാണുന്നില്ലല്ലോ. അയ്യോ, എവിടെ പോയി? ഞാൻ ഈ താൻ കിട്ടില്ലേ? ദൈവമേ, ഇവിടെ പ്രേതബാധയുള്ള സ്ഥലമാണെന്ന് മുത്തശ്ശി പറഞ്ഞത് നേരായിരിക്കോ? ലംബോദര, എന്തോ? എവിടെ നോക്കിട്ടാ കുട പിടിക്കണേ? അതെ. നേരെ പിടി. ഓ, കുടപ്പറമ്പിൽ അടക്കി പറിച്ചോ? ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ആളെ ഏർപ്പാടേക്ക് പോരാ, ശ്രദ്ധിക്കണം. ഓ, കഴിഞ്ഞ മാസത്തെ തേങ്ങ വിറ്റോ? ഇല്ല. എന്തേ? കൊടുത്തിട്ടെങ്കിലാ 2 തേങ്ങ കൊടുത്ത ഒരു ചെറുനാരങ്ങ വാങ്ങിക്കാൻ പറ്റുമോ? തമാശ വേണ്ട. വേണ്ട. കുഞ്ഞനന്ത വാടക തന്ന പണത്തിൽ 75 പൈസ കുറവുണ്ടല്ലോ. അത് ഞാൻ എന്ത് ചെയ്തു? അതിന് ഞാൻ ബീഡി വാങ്ങിച്ചു. എന്നോട് ചോദിക്കാതെ ഒന്നും ചെയ്യരുത് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഉണ്ട്. ആ 75 പൈസ എനിക്ക് തിരിച്ചു തരണം. ഞാൻ എവിടെ നിന്ന് തരാനാണ് നാരായണി? അടുത്ത മാസം ചെലവ് കാശിന് കുറച്ചോ? ലംബോദര, എന്തോ? എന്താ അവിടെ?
വിരോധമില്ലെങ്കിൽ ഞാൻ പോയി നോക്കിയിട്ട് വരാം. കൂടാ ഓ ദാ. ഞാൻ നോക്കണം. ഒന്ന് വേഗം കാണണേ. അയ്യേ അവിടെ എന്താ? ഒന്നുമില്ല. ഈ കിളികളെ ഞാൻ വന്ന് നോക്കണോ? വേണ്ട വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. എന്താ അവിടെ? കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും കാലമായിട്ടും എനിക്ക് തരാൻ കഴിയാത്ത ഒരു സാധനം നമ്മുടെ മോൻ മറ്റൊരാൾക്ക് കൊടുക്കുന്നു. എന്താ അത്? ചുംബനം. അച്യുതാ, രണ്ടുപേരും ഇവിടെ വാ. വിളയുന്നതിന് മുമ്പ് കൊയ്യണോ? കല്യാണം ഉറപ്പിച്ചിട്ടേ ഉള്ളൂ, കഴിഞ്ഞിട്ടില്ല. മനസ്സിലായോ? താലി കെട്ടുന്നതിന് മുമ്പ് ഇനി ഇത് ആവർത്തിച്ചാൽ പോയിക്കോ. നിക്കവിടെ. അച്യുതൻ അതിലെ, തങ്കമണി ഇതിലെ. അല്ലേലും പിടിക്കുന്ന കാര്യത്തിൽ നീ മിടുക്കിയാണ് നാരായണി. ലംബോദര, എന്തെങ്കിലും പറഞ്ഞോ? എങ്കിൽ കൊടപിടി. ഓ ഓ, എന്റെ നാരായണിക്കുട്ടിയുടെ സ്വഭാവം എത്ര നല്ലതാണ്. അല്ല വൈദ്യരെ, എനിക്കൊരു സംശയം. ഈ ശരീരത്തിനുള്ളിലും സംശയത്തിന് സ്ഥലമുണ്ടോ? ആട്ടെ, എന്താ സംശയം? ഈ വൈദ്യശാലയ്ക്ക് അഗസ്ത്യ വൈദ്യശാല എന്ന് പേരിടാൻ എന്താ കാരണം? അതോ, അഗസ്ത്യ രസായനം ഉണ്ടാക്കിയ അഗസ്ത്യമുനിയെ പറ്റി നീ കേട്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ പാവന സ്മരണയ്ക്കാ, അല്ലാതെ ആ അലവലാതി സിനിമാ നടൻ അഗസ്ത്യന്റെ പബ്ലിസിറ്റിക്കല്ല. ഈ ആഴ്ചയിലെങ്കിലും നമുക്ക് അമ്പല കമ്മിറ്റി കൂട്ടണം. ഞാൻ അക്കാര്യം പറയാനിരിക്കുകയായിരുന്നു. പ്രസിഡന്റ്, ഞാൻ നിങ്ങളെ കാണാൻ കാത്തിരിക്കുകയായിരുന്നു. എന്താ? ആ മഷിനോട്ടക്കാര് പാര വെച്ച് പോലീസ് പിടിച്ചുകൊണ്ടുപോയ പങ്കജാക്ഷന്റെ വല്ല വിവരമുണ്ടോ? സബ് ജയിലില്ല, ശിക്ഷ ചെയ്യുമ്പോ പുറത്തു വരും. ഏതായാലും കഷ്ടായി പോയി. കള്ളനോട് പരിധവിക്കേണ്ട കാര്യമുണ്ടോ ഇതില്? പങ്കജാക്ഷൻ കട്ടിട്ടൊന്നുമില്ല, അവര് ചതിച്ചതാ. ജയിലിൽ നിന്ന് പുറത്തു വരുമ്പോ മൂപ്പര് വെറുതെ ഇരിക്കും ആർക്കെങ്കിലും തോന്നുന്നുണ്ടാ? ഇനി എന്നാണാവോ പങ്കജാക്ഷം പുറത്തു വരിക? ഞാനെന്ന് പറഞ്ഞ ശത്രുവല്ല, മിത്രമാണ്. വാതിലുറക്ക്. ആരാണെന്ന് പറയാൻ? ഞാനാ പങ്കജാക്ഷൻ. എപ്പോ ഇറങ്ങി ജയിലിൽ നിന്ന്? ഇന്നിറങ്ങിയതേ ഉള്ളൂ. നേരെ ഇങ്ങോട്ട് പോകുന്നു ജോയിക്കുട്ടിയെ കാണാൻ. ലേശം ബുദ്ധിമുട്ടി. നീ കൂപ്പ് കോൺട്രാക്ടർ കാരപ്പറമ്പിൽ സെക്രട്ടറി ഈ ലോഡ്ജിൽ താമസിക്കുന്നത്. ഓരോടത്തും ഓരോ പേര്. അതെ, നമ്മുടെ കൂടെ ജയിലിലുണ്ടായിരുന്നവർക്ക് സുഖമാണോ? അയ്യോ, പറയാം. ഗോപിയേട്ടനും മാധവേട്ടനും ജയിലിൽ ആടി. സുബ്ബയ്യ ആത്മഹത്യ ചെയ്തു. പോലീസിന്റെ അടി കൊണ്ട് ചത്തതാ. പിന്നെ നീ ജയിലിൽ വെച്ച് പോക്കറ്റടിച്ച് ജ്ഞാനാനന്ദൻ മഞ്ഞപ്പിത്തമെന്ന ആശുപത്രിയില്ല. അവിടുന്ന് രക്ഷപ്പെടാനാണ് അവന്റെ പ്ലാൻ. ബാക്കി ഒന്നിനും പുറത്തേക്ക് ഇറങ്ങണമെന്ന് ഒരാഗ്രഹവും ഇല്ല. താമസവും ഭക്ഷണവും സൗജന്യമാണെന്ന് പറഞ്ഞ ഒറ്റ കിടപ്പാ. എനിക്കും അങ്ങനെ കിടന്നാ മതിയായിരുന്നു. അവിടെ ആകുമ്പോ ആ അലക്സാണ്ടറെ പേടിക്കാതെ കഴിയാമായിരുന്നു. ജയിലിൽ വെച്ച് പറഞ്ഞ ആ അലക്സാണ്ടർ ആണോ ഇത്? അതെ. അയ്യോ, ഞാൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ വിവരം അവരറിഞ്ഞു. അവരുടെ കണ്ണിൽ പെടാതെ ഒളിച്ചു നടക്കുക ഞാൻ. പെങ്ങളുടെ കല്യാണം നടത്താൻ വേറെ മാർഗം കാണാഞ്ഞിട്ടാ ആ കള്ളക്കടത്തുകാരുടെ സ്വർണം ഞാൻ മറച്ചു വിട്ടത്. ഇനി എന്ത് ചെയ്യണമെന്ന് ഒരു രൂപമില്ല. ആ അലക്സാണ്ടറിന് രക്ഷപ്പെടാന് ഒരിക്കൽ കള്ളക്കേസ് ഉണ്ടാക്കി ഞാൻ ജയിലിലായത്. ഇറങ്ങിയ പിന്നെ പേര് മാറ്റി ഇത്രയും ദിവസം ഇവിടെ കഴിഞ്ഞു. ഇനി തുടരാൻ പറ്റുമെന്ന് സംശയം. അതിനുള്ള വഴിയും കൊണ്ടല്ലേ ഞാൻ വന്നിരിക്കുന്നത്. കള്ളനെന്ന് മുദ്രകുത്തി എന്നെ ജയിലിൽ അയച്ച ആ മഷിനോട്ടക്കാർ കള്ള എംബോക്കികളോട് പ്രതികാരം ചെയ്യാൻ ജോയിക്കുട്ടി എന്നെ സഹായിക്കണം. ഞാനോ? അതെ, തിരിച്ച് നിനക്ക് ഭദ്രമായ ഒളിവ് സങ്കേതം ഞാൻ തരാം. അലക്സാണ്ടർ അല്ല, അവന്റെ അപ്പനപ്പൂപ്പം മഷിയിട്ട് നോക്കിയാലും നിന്നെ കണ്ടുപിടിക്കില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പുറം ലോകവുമായി വലിയ ബന്ധമൊന്നുമില്ലാത്ത എന്റെ ഗ്രാമത്തിലേക്ക് നിന്നെ ഞാൻ കൊണ്ടുപോവുകയാണ്. കൂപ്പ് കോൺട്രാക്ടർ കാരപ്പറമ്പിൽ സെക്രട്ടറിയായിട്ടല്ല, കുലിക്കാട്ടുശ്ശേരി ഉൽപ്പലാക്ഷനായിട്ട്. ഉൽപ്പലാക്ഷനെങ്കിൽ ഉൽപ്പലാക്ഷൻ പെട്ടി എടുക്കട്ടാ. ഇപ്പൊ എടുക്കണ്ട, തൽക്കാലം ഞാൻ പോയി തിരിച്ചു വരും.
മഷിനോട്ടക്കാർ തമ്മിലുള്ള യുദ്ധത്തിന് തിരികൊളുത്തിയിട്ട് വൈദ്യരെ പങ്കജാക്ഷനോ നിങ്ങളിപ്പോ ജയിലിൽ വന്നു? വരുന്ന വഴിയാ. വീട്ടിൽ പോയില്ലേ? ഇല്ല, ഞാൻ പുറത്തിറങ്ങിയ വിവരം ആരും അറിയണ്ട. നമുക്ക് തമ്മിൽ കുറച്ച് കളിക്കാനുണ്ട്. എന്താ ശീർഷകളിയാ? അല്ലടോ, എന്നെ കുരുക്കിലാക്കിയ 2 തെണ്ടി പരീക്ഷകളോടും എനിക്ക് പ്രതികാരം ചെയ്യണം. എന്റെ എന്ത് സഹായം വേണേലും ചോദിച്ചോളൂ. ഒക്കെ ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. ഒരു പെരുങ്കള്ളനെ കൂട്ടിനും കിട്ടിയിട്ടുണ്ട്. ഇവിടെ ചിലത് വൈദ്യർക്ക് ചെയ്യാൻ കഴിയും. എന്തെങ്കിലും ഒന്ന് ചെയ്യാനായിട്ട് എന്റെ കൈ ഇങ്ങനെ തരിക്ക. എന്താ വെച്ചാ പറയും. ആദ്യം മഷിനോട്ടക്കാർക്കിടയിൽ മത്സരബുദ്ധി വളർത്തണം. അത് ഞാൻ ഏറ്റു. അതിനെ വളർത്തി വളർത്തി വലുതാക്കി അവരെ തമ്മിലടുപ്പിച്ച് വേർപിരിപ്പിക്കണം. അതും ഞാൻ ഏറ്റു. വഴികൾ ഞാൻ പറഞ്ഞുതരാം. ഇക്കാര്യത്തിൽ എനിക്കൊരു ഉപദേശത്തിന്റെ ആവശ്യമുണ്ടോ? അതുകൊണ്ടല്ലേ ഏഷണി വൈദ്യരെന്ന് പേര് കിട്ടിയതും. സത്യം പറഞ്ഞ 24 മണിക്കൂറും ഞാനിത് തുറന്നു വെച്ചിരിക്കുന്ന തന്നെ അതിനാ. അല്ലാതെ എനിക്ക് ഉറക്കം വരില്ല. ഇനിയിപ്പൊ കുറെ കാലത്തേക്കുള്ള പണിയായല്ലോ. ഞാൻ നഗരത്തിലേക്ക് തന്നെ തിരിച്ചു പോണു. ഇവിടെ ആകെ ചളകുളമാകുമ്പോ ഞാൻ വരും ഉൽപ്പലാക്ഷനുമായിട്ട്. വരണേ? വരാം. അതെ, നാട്ടുകാരറിയും. പോയി മരുന്നഴിക്ക വൈദ്യരെ. ഞാൻ നിന്നെ പ്രേമിക്കുന്നു. ഇയാളെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ഭാസ്കരൻ എന്നെ എന്ത് പറഞ്ഞാലും വിരോധമില്ല. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമൊക്കെ ഞാൻ കണ്ടതല്ലേ. ഇനി എന്ത് പറഞ്ഞാൽ എനിക്ക് തരാൻ പോണേ? വിഷ? അയ്യേ, അതൊക്കെ ഈ വൈദ്യരുടെ ഒരു തമാശയല്ലേ ഭാസ്കര. പ്രാണസങ്കടത്തോടെ പാലത്തിന്റെ മുകളിൽ നിന്ന് പുഴയിലേക്ക് എറിയ തമാശന്റെ ആയിരിക്കും. അതൊക്കെ അങ്ങ് മറക്ക് നീ. എന്തായി നിന്റെ പ്രേമൊക്കെ? തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കുന്നു. യാതൊരു പുരോഗതി ഇല്ലെന്നേ. മാത്രമല്ല സ്വല്പം അതോതും കൂടിയാ. ഇങ്ങനെ പോയാ ഈ ജന്മത്ത് നിനക്ക് അംബികയും കിട്ടില്ല, തങ്കമണിയും കിട്ടില്ല, ഈ ലോകത്ത് ആരെയും കിട്ടില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യും വൈദ്യരെ? ചെയ്യേണ്ടതൊക്കെ ഞാൻ പറഞ്ഞു തരാം. നീ വാ. അംബികയ്ക്കോ തങ്കമണിക്കോ നിന്നോട് സ്നേഹമില്ല എന്ന് നീ കരുതുന്നുണ്ടോ? അവർക്ക് സ്നേഹ. പിന്നെ ആരാ തടസ്സം? വീട്ടുകാർ. അവരുടെ വീട്ടുകാര് മുറച്ചെറുക്കന്മാരെ കൊണ്ട് കെട്ടിക്കാൻ എല്ലാം തീരുമാനിച്ച സ്ഥിതിക്ക് പിന്നെ അവിടെ നിനക്ക് എന്താ സ്ഥാനം? ഇത് പറയാണോ എന്നെ വിളിച്ചത്? പറയുന്നത് മുഴുവൻ കേൾക്ക് നീ. അതിനു മുമ്പ് തോക്കിന്റെ അകത്ത് കയറി വെടിവെക്കാതെ. എന്നാ പറ. ഐക്യത്തിലിരിക്കുന്ന നാരായണിത്തളയും കണാരം കാർന്നോരും തമ്മിൽ പിണങ്ങിയാൽ എന്താവും? കല്യാണം ചീറ്റും. മുറച്ചെറുക്കന്മാര് പിണങ്ങിപ്പോയാൽ പിന്നെ ആർക്കാ അടുത്ത സ്ഥാനം? ആർക്കാ? ഭാസ്കരൻ. ഈ റോമിയോ ഭാസ്കരൻ. നേരാണ് വൈദ്യരെ. പക്ഷെ അവന്മാര് തമ്മിൽ എങ്ങനെ പിണങ്ങും? അതിനുള്ള വഴി ഞാൻ പറഞ്ഞു തരാം. നീ എന്റെ കൂടെ നിൽക്കണം. ഇക്കാര്യത്തിൽ എന്ത് ചെയ്യാനും ഞാൻ റെഡി. ഈ വരുന്ന വെള്ളിയാഴ്ച അമ്പല കമ്മിറ്റി കൂടുന്നുണ്ട്. കണാരൻ കാർന്നവരും നാരായണിത്തള്ളയും അടക്കം ഈ നാട്ടിലെ പ്രമുഖരൊക്കെ അവിടെ ഉണ്ടാവും. അവിടെ വെച്ച് നമ്മൾ 2 ചേരിയായി തിരിഞ്ഞ് മഷിതോട്ടക്കാരെ പരസ്പരം പുകഴ്ത്തിപ്പറഞ്ഞ് അവർക്കിടയിൽ അകൽച്ചയുടെ തുടക്കം കുറിക്കും. ഇതൊക്കെ നടക്കുമോ വൈദ്യരെ? നടക്കും. നീ കുറച്ച് ആളുകളെ നമ്മുടെ പക്ഷത്ത് ചേർത്തണം. ഞാൻ വിളിച്ചാൽ അത് ഏഷണിക്കാണെന്ന് കരുതും. അത് ഞാൻ ഏറ്റു. എന്നാൽ ഈ വരുന്ന വെള്ളിയാഴ്ച 2 മഷിനോട്ടക്കാരും തമ്മിൽ തല്ലി പിരിഞ്ഞിരിക്കും. എന്നാൽ ആ 2 പെൺകുട്ടികളെയും എനിക്ക് കിട്ടിയിരിക്കും. ഈ ഒരു പ്രശ്നത്തിന് വേണ്ടി തന്നെ ഇത് 6ാമത്തെ മീറ്റിംഗാ. ഇപ്രാവശ്യം ഒരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നാണക്കേടാ. സ്വർണ്ണത്താഴിക കൂടെ ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞ ചില്ലറക്കാരിയാ. പണത്രയാ വേണ്ടത്? പ്രശ്നത്തിൽ കണ്ടാലേ ചെയ്യാതിരിക്കാൻ പറ്റുമോ? പണം നമ്മളുണ്ടാക്കണം. ഇത്രയും കാലമായിട്ട് ഒരുത്തരും ഉണ്ടാക്കില്ലല്ലോ. ചോദിക്കേണ്ടവരോട് ചോദിച്ചെങ്കിലല്ലേ കിട്ടേണ്ടത് കിട്ടൂ. ഒരാവശ്യം വരുമ്പോ കൈയയച്ച് സഹായിക്കാൻ ഈ നാട്ടിൽ ഒരാളല്ലേ ഉള്ളൂ. തെക്കേക്കര നാരായണിത്തള്ള, അല്ലാതെ വേറെ ആരാത്? അങ്ങനെ അങ്ങ് ഉറപ്പിച്ചു പറഞ്ഞാലോ ബാലേട്ടാ? വടക്കേക്കര കണാരം കാണുന്നത് മറന്നോ? തെക്കേക്കരക്കാർക്ക് എന്താ ഒരു കുറവ്? പണമല്ലേ, പ്രതാപമല്ലേ? ഇതൊക്കെ വടക്കേക്കരക്കാർക്കില്ലേ? ആ, വടക്കേക്കരക്കാർക്ക് ഇല്ലാത്തൊന്ന് തെക്കേക്കരക്കാർക്കുണ്ട്. അതെന്താ? സുന്ദരിയായ ഒരു മോള്. ഈ നാട്ടിലെ സുന്ദരി ആരാണെന്ന് ചോദിച്ചാൽ അംബികയാണെന്നല്ലേ പറയാനൊക്കൂ. തങ്ക വിളിക്കുന്ന ഒരു കുറവ്. ഓ, പൊട്ടക്കരത്തിന് കണ്ണും മൂക്കും മരച്ചാൽ എങ്ങനെയാ? അതുപോലുണ്ട്. തൊഴിലിപ്പിലൊക്കെ നല്ലത് തങ്കയുടെ സ്വഭാവത്തിൽ എന്താണ് ഒരു കുഴപ്പം? കണ്ണും കയ്യും കാലും കാണിച്ച് കാർന്നോരുടെ മനെ തട്ടിയെടുത്തല്ലേ? വല വീശി പിടിക്കുന്ന പാരമ്പര്യത്തിന്റെ കാർന്നോർക്കായിരിക്കും. ഏട്ടന് അധികമൊന്നും പറയണ്ട. എന്തെങ്കിലും പറയാനുള്ളത് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണോ? അത് തന്നെ എനിക്ക് പറയാനുള്ളത്. നിനക്ക് പറയാനുള്ളതൊക്കെ ഈ കോത്തിനെ കൊണ്ട് പറയിപ്പിക്കല്ലേ? നീ ആണ് ഞാൻ പറയിപ്പിച്ചെന്നെ എന്തപ്പോ വേണ്ടത്? നിങ്ങൾ തന്നെ പ്രശ്നം ഉണ്ടാക്കരുത്. ഇത് ഇത്തിരി പ്രശ്നം തന്നെയാ. പ്രായത്തിൽ കുറഞ്ഞ ഇവിടെ ഒപ്പത്തിനൊപ്പം മഷിനോട്ടക്കാരിയാക്കിയത് എന്റെ തെറ്റാ. ഞാൻ മഷി നോക്കുന്നുണ്ടെങ്കിൽ അത് എന്റെ കഴിവുകൊണ്ടാ. ഏട്ടിനെ വരെ സംശയമല്ല പലതും പലപ്പോഴും ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ? ധിക്കാരി ഗുരുത്തോഷം പറയുന്നു.
നീ ഗുണം പിടിക്കില്ല. നിന്റെ അവതാരം കൊണ്ട് ഗുണം പിടിക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ല. ഇന്ന് മുതൽ ഇങ്ങനെ ഏട്ടൻ എനിക്ക് വേണ്ട. ഏട്ടടി ഇങ്ങനെ ഒരു വെകൾ ഇരിക്കും വേണ്ട. നീ പോടി പോടാ. അല്ല ഇതെന്താ കഥ? മനുഷ്യന്മാരെ നമ്മൾ പിണങ്ങാന്നൊക്കെ കേട്ടിട്ടുണ്ട്, എന്നാലും ഇങ്ങനെയുണ്ടോ ഒരു പിണക്കം? എന്റെ ഈശ്വരാ, എനിക്കിത് കാണാനും കേൾക്കാനും വയ്യേ. എനിക്കായിരുന്നു ഇങ്ങനൊരു പെങ്ങളെങ്കിൽ ഞാൻ വെട്ടുകുറിക്കാണ്. നാട്ടുകാരെ മുമ്പ് ചടങ്ങ് വിളിച്ചില്ലേ? അഹങ്കാരം അല്ലാതെന്ന് പറയാൻ അവർ ഇതിനു മുമ്പ് പറഞ്ഞൊന്നും കാരണം അറിഞ്ഞിട്ടില്ല. അറിഞ്ഞോടത്തോളൊക്കെ മതി. ഇനി എന്റെ ശത്രുവാണ് അവൾ, ശത്രു. ഇത്രയും കാലമായിട്ട് ഞങ്ങളായിട്ട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. കണാറിന് എന്തൊക്കെയാ നിങ്ങളെ പറ്റി പറയാറ്? ഒന്നുമില്ലെങ്കിൽ പെങ്ങളാണെന്നുള്ള ബോധമെങ്കിലും വേണ്ടേ? ചിരിയും കളിയുമായിട്ട് കഴിഞ്ഞപ്പോ രണ്ടാളും ഒന്നാണെന്നല്ലേ കരുതിയത്? അയാളുടെ മനസ്സിലിരിപ്പ് ഇങ്ങനെയാണെന്ന് ആരെങ്കിലും അറിഞ്ഞോ? ഈ കണക്കിന് മക്കൾ തമ്മിലുള്ള കല്യാണം നടക്കാൻ എത്ര നന്നായി. നടന്നിരുന്നേൽ എന്റെ ദൈവമേ, അയാൾ അവരെയൊക്കെ വിഷം കൊടുത്ത് കൊന്നേനെ. കണ്ടറിഞ്ഞവളല്ലേ ഈ നാരായണി, കൊണ്ടറിഞ്ഞവളാ. വടക്കേകര കണാറിന്റെ അവസാനം കണ്ട് ഈ തെക്കേകര നാരായണി അടങ്ങൂ. ശരാക്ഷി മതിയേട്ടാ, തകവടി ഇനി വടക്കേക്കര വീട്ടിൽ നിന്നാരും തെക്കേക്കരയിൽ കാലൂച്ചില്ല. എന്താ എന്താ പറയുന്നേ? എന്റെ പെങ്ങൾ ചത്തു. അയ്യോ എന്റെ ദൈവമേ, എപ്പോ? ഇപ്പോ അവളെ ഇരിക്കപ്പിട്ടം വെച്ചേ എനിക്ക് മനസ്സമാധാനമാകൂ. നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? നാട്ടുകാർ പലതും പറഞ്ഞപ്പോ ഞാനത് വിശ്വസിച്ചിരുന്നില്ല. മഷിനോട്ടത്തിന്റെ ബാലപാഠം അവളെ പഠിപ്പിച്ച ഈ ഞാനാ. എന്നിട്ടിപ്പോ അവള് പറയുന്നത് കേട്ടോ. എന്താ പറഞ്ഞത്? എനിക്കൊന്നും അറിയില്ലാന്ന്. സംശയം തീർന്നു അവളാണെന്ന്. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് അച്ഛൻ ആരെങ്കിലും പറയുന്നത് കേൾക്കുന്നവനല്ലേ ഈ കണാരൻ. അവളെന്റെ മുഖത്ത് നോക്കി പറഞ്ഞതാ ഞാനൊരു നുണയനാണെന്ന്, വിവരമില്ലാത്തവനാണെന്ന്. ഇത്രയും കാലം ഒന്നായി കഴിഞ്ഞിട്ട് ഇനി ഇപ്പൊ ഈ വയസ്സുകാലത്ത് ഇങ്ങനെ ഒരു തർക്കം വേണോ? അത് അവള് ചിന്തിച്ചില്ലല്ലോ. അവള് ചിന്തിച്ചില്ലേലും നിങ്ങൾ ചിന്തിക്കണ്ടേ? നിങ്ങളല്ലേ മൂത്തത്. മൂത്തതെന്ന് കരുതി എന്ത് സഹിക്കണം? കുറച്ചൊക്കെ സഹിക്കണം. മക്കള് തമ്മിലുള്ള കല്യാണം വരെ ഉറപ്പിച്ചിരിക്കില്ലേ? അത് നടക്കില്ല. അത് നടക്കില്ലെന്ന് മാത്രമല്ല ഇനി നിങ്ങൾ തമ്മിൽ കാണാൻ കൂടി പാടില്ല. അല്ല, പെട്ടെന്നുള്ള ദേഷ്യത്തിന് അച്ഛനൊന്ന് പറഞ്ഞ വാക്ക് മാറ്റുന്നവനല്ല ഈ കണാരൻ. ആലോചിച്ച് തന്നെയാണ് തീരുമാനിച്ചത്. എന്റെ സർവസ്വമായി മഷിയിൽ തൊട്ട് ഞാൻ സത്യം ചെയ്യുന്നു. നിങ്ങൾ കൂടി എന്നെ ധിക്കരിച്ചാൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. എന്നെ ധിക്കരിച്ചാൽ ജീവിച്ചിരിക്കില്ല ഒരുത്തനും. പറഞ്ഞത് മനസ്സിലായോ? എനിക്കത് എപ്പോഴേ മനസ്സിലായി. മക്കളോടാ ചോദിച്ചത്. അച്യുതന് ഇനി തങ്കമണി കാണരുത്. ഇല്ല, ഇവൻ എന്റെ മോൻ തന്നെ. അംബിക മണികണ്ഠനെ ഞാൻ കാണും. കുട്ടിക്കാലം മുതൽക്ക് മണിയേട്ടന്റെ പെണ്ണയല്ലേ എന്നെ വളർത്തിയത്. എന്നിട്ടിപ്പോ അംബികെ ചൂടാകണ്ട, ഇവളെ പ്രസവിച്ചത് നാരായണി തന്നെ, സംശയമില്ല. ലംബോദര എന്തോ എന്നെ ധിക്കരിച്ച് ജീവിക്കാൻ ആരും വ്യാമോഹിക്കണ്ട. വെട്ടി നോർക്കും ഞാൻ. ഓർമ്മയിരിക്കട്ടെ. എന്തൊരു കഷ്ടം. ആരോടും മിണ്ടാൻ പാടില്ല, ആരും കാണാൻ പാടില്ല. അച്ഛൻ എടാ നിക്കാൻ. അച്ഛനും അമ്മായും കൂടെയുള്ള പിണക്കത്തിന് ഞാൻ എന്ത് പിഴച്ചു? എനിക്ക് പേടിയാ, അമ്മ അറിഞ്ഞാല്. ആണാണോടാ നീ അമ്മയെ പേടിച്ച് നടക്കാൻ? ആവശ്യത്തിന് വേണം. ഇതൊരു കാര്യമില്ലാതെ പണങ്ങിയതിന്. വേണ്ട മണിയണ്ട, ആരെങ്കിലും കണ്ട് അമ്മയോട് എങ്ങാനും പറഞ്ഞ നിന്നെ കൊല്ലും. ഇതിലും നല്ലതാ. തങ്കമണിയുടെ അംബികയുടെ അവസ്ഥ നീ എന്താ ഓർക്കാത്തെ? മണികണ്ട, ഞാൻ ധൈര്യമായിട്ടിരിക്കുക. നമ്മളെങ്കിലും ഒന്നായിട്ട് നിൽക്കുക. എന്തെങ്കിലും ഒരു വഴി കാണാതിരിക്കില്ല. കരണക്കുറ്റിക്ക് രണ്ട് കൊടുക്ക വേണ്ടത്. ഹേട്ടനാച്ച് തോന്നിയാസം പറയാ. അവൻ അതും പറയും, അതിലപ്പുറം പറയും. ഹേട്ടനെ കൂട്ടുകാന്ന് കരുതരുത്. ചേച്ചിക്ക് ലംബോദരൻ ചേട്ടനല്ലാതെ വേറൊരുത്തനുമായിട്ട് സംബന്ധം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ അതവന്റെ തള്ളയ്ക്കായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി മൊത്തം എത്ര തള്ള ഉണ്ട്? ലംബോദര ഞാനൊന്നും പറഞ്ഞില്ലേ. അതുകൊണ്ടാ ഞാൻ പറയുന്നത് നമ്മുടെ മക്കളെ സൂക്ഷിക്കണോ. കണാരന്റെ തന്നെ സ്വഭാവ മക്കൾക്ക്. അവര് നമ്മളെ മക്കളെ ചീത്തയാക്കാണ്ട് നമ്മൾ നോക്കണേ. നാരായണി ജീവിച്ചിരിക്കുമ്പോ നടക്കില്ല. വൈദ്യരെ, ഓ, അച്യുതനും അമ്പിയയ്ക്കും പറ്റിയ കുടുംബക്കാരെ അന്വേഷിക്കണം. അത് ഞാൻ ഏറ്റു. കൂട്ടത്തിൽ ഇവളെ കൂടി ആരെങ്കിലും കെട്ടിയെടുത്തിരുന്നെങ്കിൽ ഞാനൊന്ന് രക്ഷപ്പെട്ടേനെ. തീരുമാനം ഒരിക്കലും മാറ്റരുത്. നാരായണിത്തള്ളയുടെ മക്കൾക്ക് എന്തുറപ്പിന്റെ പേരിലാ നമ്മുടെ മക്കളെ സംബന്ധം ചെയ്തു കൊടുക്കുക? ദുഷ്ടയാ, പരമദുഷ്ട. എനിക്കൊരു ദുഃഖമേ ഉള്ളൂ വൈദ്യരെ, അവൾ എന്റെ പെങ്ങളായി പിറന്നുപോയല്ലോ എന്ന്. അവര് പറയുന്നതും ഇത് തന്നെയാ. കോന്തൻ കൂടെ പിറന്നത് മുജ്ജന്മ ശാപമാണ് പോലും. പിറന്നതോ പിറന്നു, അത് മാറ്റാൻ നോക്കില്ലല്ലോ. ഇനി അങ്ങോട്ടൊരു ലോഹ്യം വേണ്ട. അത് ഈ ജന്മത്തുണ്ടാവില്ല. മക്കള് തമ്മിൽ ആരും അറിയാതെ പഴയ ബന്ധം തുടരുന്നുണ്ട്. ഇപ്പൊ കിട്ടിയ വാർത്തയാ. എന്റെ കണ്ണുമ്പിലകം പെട്ടാൽ വെട്ടി ദുരുക്കി ഞാൻ.
അമ്മാവനും അമ്മയും തമ്മിലുള്ള പിണക്കം കൂടി വരുന്നതേ ഉള്ളൂ. എന്താ ചെയ്യാ മണിയേട്ടാ? ഇതിനൊക്കെ കാരണം ആ ഏഷണി വൈദ്യനാ. അയാൾക്കിട്ട് 4 എണ്ണം കൊടുക്കാൻ വേണ്ടത്. അയാൾക്കിട്ട് 2 എണ്ണം കൊടുക്കണമെന്നുണ്ടായിരുന്നു. അച്ഛനും അമ്മായിക്കൊക്കെ അയാളെ വിശ്വാസം. അയാൾ പറയുന്നത് കേൾക്കൂ. മണിയേട്ടനെ കാണാൻ വന്നാ കുന്നുകളെന്ന് അമ്മ പറയുന്നത്. ഇപ്പൊ തന്നെ അമ്മയുടെ കണ്ണു വെട്ടിച്ച് അമ്പലത്തിൽ പോവാന്ന് പറഞ്ഞ വന്നത്. അച്ഛന്റെ ദുർവാശി അമ്പികയ്ക്ക് അറിയാലോ. പറഞ്ഞ പോലെ ചെയ്യും. ഒരു പിടിയും കിട്ടുന്നില്ല. മണിയല്ല അച്ഛാ വിട്ടരുത്. വടക്കേക്കരയിൽ ആന്തരിയെ കാണരുതെന്ന് പറഞ്ഞാൽ ധിക്കാരം കാട്ടാൻ മാത്രം തെക്കേക്കരക്കാർ ഉള്ളോ? ഞാനല്ലേ തെറ്റിയത്? എന്നല്ലേ തല്ലേണ്ടത്? നിന്നെ തല്ല നീ പഠിക്കില്ല. കള്ളറാ നീ. ഇനി ഇത് ആവർത്തിച്ചാൽ കൊല്ലിച്ചാൽ ഇവിടെ എന്നാ നിനക്കറിയാമല്ലോ. വടക്കേക്കര കടാരനെ നിന്നെ മരുവകളായി വേണ്ട. ഓടി അമ്പലക്കുളത്തിൽ മുങ്ങിക്കുളിച്ച് ശുദ്ധി വരുത്തി തറവാട്ടിലേക്ക് വന്നാൽ നിനക്ക് നിന്റെ അച്ഛനെ കാണാം. ഇല്ലേ നിന്റെ അച്ഛന്റെ ശവം. എന്റെ പുണ്യ നാരായണി ഞാൻ പറഞ്ഞു ഒന്ന് കേൾക്ക്. എന്റെ ഈശ്വര, ഇനി എന്തൊക്കെയാണാവോ നടക്കാൻ പോകുന്നത്? അല്ല പോയോ? എടി എടി ശരിയാ കുടിച്ചു. ആഹാ പങ്കുടി എടി കേമി എന്റെ മോളെ തല്ലാ മാത്രം നിന്റെ തന്ത കാണാനും വളർന്നെങ്കിൽ നിന്നെ എനിക്ക് കൊല്ലാടി. അയ്യോ അടിപൊട്ടി. നീ പോടി അവിടുന്ന്. എന്റെ മോളെ തയ്യോ എന്റെ മോളിൽ അടിച്ചത് മതി. ഇവരാരെങ്കിലും അതൊന്ന് പിടിച്ചു മാറ്റണം. അമ്മായി ഓടി വരണേ ഓടി വരണേ ഓടി വരണേ ഓടി വരണേ. ഇവരാരെങ്കിലും ഒന്ന് പിടിച്ചു മാറ്റേ. ഒന്ന് പെട്ടെന്ന് പിടിച്ചു മാറ്റേ. എന്നെ വിട. കനാരം കാണുവരെ നാരായണി തള്ള നിങ്ങളെ മോളെ പുഴയിലിട്ട് തല്ലി. എന്റെ മോള് വിശാലാക്ഷി കരയരുത്. കരയുന്നത് അവളാ നാരായണി. അവളെ ഞാൻ കരയിപ്പിക്കും. കാരണവരൊറ്റയ്ക്ക് പോകരുത്. നാരായണി തള്ളയുടെ കൂടെ കുറേ ആളുകളുണ്ട്. കുറച്ചാളുകളെ നിങ്ങളും വിളിച്ചോളൂ. നോക്കി നിൽക്കാതെ പോയി തല്ലടാ. ഞാനും പോണ പുല്ലേ. നീ എന്റെ മോളെ തല്ലി അല്ലേടി? ഇനിയും തല്ലൂടെ കേട്ടെ. നീ എന്ത് ചെയ്യൂടാ? ഇത് തന്നെ നിൽക്കേണ്ടതല്ലോ. മൃഗം കടുതൊടി തട്ടിത്താളം കൊട്ടി പട്ടം കെട്ടി കോലം വെട്ടി പണതുടരേ. തുള്ളിത്താളം തുള്ളി കളി തുടരേ. മൃഗം കടുതൊടി തട്ടിത്താളം കൊട്ടി പട്ടം കെട്ടി കോലം വെട്ടി പണതുടരേ. തുള്ളിത്താളം തുള്ളി കളി തുടരേ. 18 പകിടകളും വടിവിൽ തടയും പിടിവലിയും നെട്ടോട്ടം കൂട്ടിപ്പായും കൂട്ടം. ഇത് കിണ്ടാട്ട കൂത്താടുമ്പേ കൂട്ടം. തോന്തി മൃഗം കടുതുടി തട്ടിത്താളം കൊട്ടി പട്ടം കെട്ടി കോലം വെട്ടി പടതുടരേ. തുള്ളിത്താളം തുള്ളി കളി തുടരേ.
ചിങ്കാരപ്പുങ്കും കാട്ടി ചെഞ്ചോര കണ്ണോടെ കുലിവേഷം കെട്ടി ചുറ്റി പീക്കിരി കാട്ടല്ലേ ചിങ്കാരപ്പുങ്കും കാട്ടി ചെഞ്ചോര കണ്ണോടെ കുലിവേഷം കെട്ടി ചുറ്റി പീക്കിരി കാട്ടല്ലേ തണ്ടു നടിച്ചൊരു മണ്ടന് പണ്ടൊരു കുണ്ടു കിടച്ച കഥാന്തരമെന്നൊരു ഫലിതം 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 തണ്ടു നടിച്ചൊരു മണ്ടന് പണ്ടൊരു കുണ്ടു കിടച്ച കഥാന്തരമെന്നൊരു ഫലിതം 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 ഇതുവരെ മറ്റൊരു മണ്ട ശിരോമണി ജീവപരാക്രമനായി ഒരു ചെറുഭൂവിനു തണ്ടി നടന്നൊരു പടുകുഴി തോണ്ടുകയായി മതിയടി തിരുചരിതം പിടലിൽ ഞാൻ ഇടിതരുതേ അടിയട പിടിയട പടുകത തുടരട തിരുടട വിലകട തിരയട മരമടിയാ തോം തിത്തോം തിത്തോം തിമൃതോം കടുതുടി തട്ടിത്താളം കൊട്ടി പട്ടം കെട്ടി കോലം വെട്ടി പട തുടരേ തെയ്യം തുള്ളി താളം തുള്ളി കളി തുടരേ മാളോരെ കെണിയിൽ വീഴ്ത്താൻ മഷിനോട്ടം തട്ടിപ്പാക്കി മന്ത്രങ്ങൾ തന്ത്രം കാട്ടി കാവടിയാടല്ലേ മാളോരെ കെണിയിൽ വീഴ്ത്താൻ മഷിനോട്ടം തട്ടിപ്പാക്കി മന്ത്രങ്ങൾ തന്ത്രം കാട്ടി കാവടിയാടല്ലേ പൊക്കി നടന്നൊരു മക്കട നിന്നൊരു പൊക്കണമേറ്റി നടന്നു വരുന്നത് ഫലിതം 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 പൊക്കി നടന്നൊരു മക്കട നിന്നൊരു പൊക്കണമേറ്റി നടന്നു വരുന്നത് ഫലിതം 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 പുതിയൊരു ഭീകരമാന്ത്രിക താന്ത്രിക ശൂരവിചാരകനായി ഇവിടെ ഒരു മാരക ഘോര ഭയങ്കര ഭാരതുകയോ പട്ടത്തുടരാം വെടിപുകയാം കടിതകരാം കടതികട അടിയട പിടിയട പടുകട തുടരട തിരുടട തിരട തിരയട വരമടിയാ തോം തിത്തോം തിത്തോം തിമൃതോം കടുതുടി തട്ടിത്താളം കൊട്ടി പട്ടം കെട്ടി കോലം വെട്ടി പട തുടരേ തെയ്യം തുള്ളി താളം തുള്ളി കളി തുടരേ പതിനെട്ടടവും പകിടകളും വടിവിൽ തടയും പിടിവലിയും നെറ്റോട്ടം കൂട്ടിപ്പായും കൂട്ടം ഇത് കിണ്ടാട്ട കൂത്താടുമ്പേ കൂട്ടം ഉൽപ്പലാക്ഷ നിന്റെ ഊഴമായി കണാരം കാർന്നോരും നാരായണി തള്ളയും തമ്മിലുള്ള യുദ്ധം ഈ അടുത്ത കാലത്തൊന്നും തീരില്ല അതിന്റെ തീ അണയുന്നതിന് മുമ്പ് നീ എവിടെ എത്തണം? സംഗതി ഇത്രയും വഷളായ സ്ഥിതിക്ക് ഞാൻ അങ്ങോട്ട് ചെന്നാൽ അവമാനങ്ങനെ എന്നെ എടുത്തിട്ട് പൊരിക്കൂ. പൊരിക്കുകയും പുഴുങ്ങുകയും ഒന്നുമില്ല, നീ ധൈര്യമായിട്ട് പൊയ്ക്കോ. പിന്നൊരു കാര്യം, എന്താ? അവിടെ നിനക്കെതിരെ എന്ത് പ്രത്യാഘാതങ്ങൾ ഉണ്ടായാലും നീ പ്രതികരിക്കരുത്. എന്റെ ദേഹത്ത് തൊട്ട് കളിച്ചാൽ കളി മാറും, ഞാൻ പ്രതികരിക്കും. കരിക്കരുത്, അങ്ങനെ കരിച്ചാൽ എന്റെ പദ്ധതിയെ കഴിയും. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറ. എല്ലാം വിശദമായിട്ട് പറഞ്ഞുതരാം. നീ നാട്ടുകാരെ കയ്യിലെടുക്കണം. എന്നിട്ട് അവരെ കൊണ്ട് ആ കള്ള തിരുമാലികളുടെ മഷിക്കുപ്പി തല്ലി പൊട്ടിക്കണം. എന്റെ ജീവിതം തൊലച്ച മഷിയാണ്. മഷി എങ്കിൽ മഷി. ഞാൻ എപ്പോഴാണ് അങ്ങോട്ട് വരേണ്ടത്? പറയാം. നാളെ സൂര്യൻ ഉദിച്ചെങ്കിൽ നീ യാത്രയാകുന്നു മുങ്ങാങ്കുഴിയിലേക്ക്. ഈ മുങ്ങാങ്കുഴിയിൽ ഒരു കാറോ? ധാരപ്പ ഇത്. ഇയാളെ എവിടെയെങ്ങും കണ്ട് പരിചയമില്ലല്ലോ. അതെ, ഇങ്ങോട്ട് തന്നെയാണല്ലോ വരുന്നത്. വല്ല മരുന്നും വാങ്ങാനായി. ഇവിടത്തെ മരുന്നൂടി ചേർത്ത വല്ലവന്റെ ബന്ധുവാകും. നഷ്ടപരിഹാരം വാങ്ങാനേ. വിലക്കാതെ പോടാ. വൈദ്യരല്ലേ? അതെ. എങ്ങനെ അറിയാം? കുനിക്കാട്ടുശ്ശേരി കറുപ്പൻ വൈദ്യരടുത്തല്ലേ വൈദ്യം പഠിച്ചിരുന്നത്? അദ്ദേഹമാണല്ലോ എന്റെ ഗുരു. അദ്ദേഹത്തിന്റെ പെങ്ങട മോനാ ഞാൻ, ഉൽപ്പലാക്ഷൻ. ഉൽപ്പൽ? എനിക്ക് വിശ്വസിക്കാനാവണില്ല. അന്ന് ഞാൻ കാണുമ്പോ ഗോരോചനാദി ഗുളികയുടെ അത്ര പോകുന്ന ചെക്കനാ. ഇപ്പോ മോമ്പാ, കുടിക്കാൻ ചായ എടുക്കട്ടെ? ഇപ്പൊ വേണ്ട, കുറച്ചു കഴിഞ്ഞ് ഊണ് മതി. പിന്നെ ഞാൻ വന്നത് എന്താണെന്ന് വെച്ചാ പറഞ്ഞോളൂ. അമ്മാവന്റെ ശിക്ഷ അനുസരിക്കാൻ കാത്തു നിൽക്കുന്നു. വൈദ്യർ അമ്മാവന് കത്തെഴുതിയപ്പോ കടയുടെ മേളിലൊരു മുറി ഒഴിഞ്ഞു കിടപ്പുണ്ടെന്ന് എഴുതിയിരുന്നില്ലേ? ഉവ്വ്, അത് ഇപ്പോഴും ഒഴിഞ്ഞു തന്നെ കിടക്കുക. എങ്കിൽ അതെനിക്ക് വാടകയ്ക്ക് തരണം. ഒരു ചെറിയ പരിപാടി തുടങ്ങാനാ. വാടകയ്ക്കോ? എന്റെ ഗുരുനാഥന്റെ മരുമകന്റെ അടുത്ത് നിന്ന് ഞാൻ വാടക വാങ്ങി. എന്താ ഉൽപ്പന്ന ഈ പറയുന്നേ? ഇതാ പിടി മോനിത് പിടി. വലിയ ഉപകാരം. അല്ല, നിങ്ങൾ എന്താ മുകളിൽ നടത്താൻ പോണത്? അതൊക്കെ ഈ ബോർഡിലുണ്ട്. കുറച്ച് കഴിഞ്ഞ് ഞാനത് അവിടെ തൂക്കും. അപ്പൊ അറിഞ്ഞാ മതി.
ഞാനെടുക്കാം മോൻ വാ വാ. സൂക്ഷിച്ചു കയറണം, പഴയ കോണിയാ. ഇതുപോലെ എത്ര കോണി കയറിയവനായി ഉൽപ്പലാശൻ. കേറ് കേറ്. എന്തായിരിക്കും ആ ബോർഡില്? ഇനി വല്ല ഡോക്ടറോ മറ്റോ ആണോ? എങ്കിൽ വൈദ്യുതി ആഫീസ് പൂട്ടും. അകത്തേക്ക് വലത് കാലെടുത്ത് വെച്ച് കയറിക്കോളൂ. അതിനിത് മണിയറയൊന്നുമല്ലല്ലോ. വേണമെങ്കിൽ മണിയറയാക്കി മാറ്റാം. പിന്നെ എല്ലാം ശരിയാക്കി കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ഒക്കെ റെഡി. ആദ്യം ഈ ബോർഡ് ഒന്ന് തൂക്കാം. അതാ ബോർഡിൽ നിന്നു. അതെ, പാര. വടക്കേക്കര കനാരനും തെക്കേക്കര നാരായണിക്കും പാര. ഇനി ഇവിടെ ഒരു കളി നടക്കും. ആടിത് കണ്ടായോ കാമരൂപിണിയായ താടക വധിക്കുന്ന കാലനെ. കിഴക്കേ പറത്ത് തോട്ടത്തിന്ന ഇതിവിടെ ഇരുന്നോട്ടെ. ഇതൊക്കെ എന്തിനാ ചാത്ത? കഴിഞ്ഞ വർഷം കുലകെട്ട കള്ളനെ കാരണൊരു മഷിമാക്കി പിടിച്ച പിന്നെ ഇതുവരെ കള്ളന്റെ ഉദ്യോഗം ഉണ്ടായിട്ടില്ല. അതുണ്ടാവില്ല. ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം ഈ നാട്ടിൽ കള്ളന്മാരുണ്ടാവില്ല. അതിരിക്കട്ടെ, പുതുതായിട്ട് വന്ന മഷിതോട്ടക്കാരെങ്ങനെയുണ്ട്? പേര് കേട്ട നിങ്ങൾ രണ്ടുപേരും ഉള്ളപ്പോ നാട്ടുകാരെങ്കിലും അവന്റെ അടുത്ത് പോവോ? പോരുത്. അവന്റെ അടുത്ത് മാത്രമല്ല അവളുടെ അടുത്തും. ഈ നാട്ടിൽ മഷി നോക്കാൻ ഇവിടത്തെ കഴിഞ്ഞൊരാളുണ്ടോ? സോപ്പ് എന്തോ തരാ? അല്ല, കുളിക്കാനുള്ള സോപ്പ് തീർന്നെന്ന് ഞാൻ പറയുകയായിരുന്നു. അധികം വിളയണ്ട കേട്ടോ. രാമ, എന്തോ? ഉൽപ്പലാശന്റെ അടുത്ത് ആരും പോകുന്നില്ലെന്ന് കേട്ടോണ്ട് മാത്രം എനിക്ക് സന്തോഷാവോ? പിന്നെന്താ വേണ്ടത്? കാണാന്റെ അടുത്തും ആരും പോകരുത്. മഷി നോക്കാൻ. മനസ്സിലായി മനസ്സിലായി. ഏതു നേരം കവലയിൽ ഒരു കണ്ണു വേണം. ഉവ്വ. ആരെങ്കിലും വന്നാൽ വഴി തെറ്റാതെ ഇവിടെ എത്തിക്കണം. അത് ഞാനേറ്റു. ഇവിടെ വന്നാൽ വഴി പഴക്കുമല്ലോ. എന്തോതരാ? ഞാനൊന്നും പറഞ്ഞില്ലേ? നമ്മള് പറഞ്ഞു. ഇതല്ലേ മഷിനോട്ടക്കാരുടെ ഗ്രാമം? അതെ. കൂട്ടത്തിൽ ആരാ നല്ലത്? സംശയം എന്തിനാ? കാണാൻ കാരണം തന്നെ ഒന്നാമത്തെ. എനിക്ക് അതൊക്കെ പണ്ട്. ഇപ്പൊ സത്യമാണെങ്കിൽ നാരായണത്തല തന്നെ കാണണം. അതിന് വേറെ ആളെ നോക്കണം. ഇയാളെ ഞാൻ കൊണ്ടുപോകും. എന്താ ഇത്? നമ്മുടെ ഗ്രാമത്തിൽ വന്ന ഒരാളോട് അപമര്യാദയായി പെരുമാറുക. അയ്യേ, ഞാൻ കൊണ്ടുപോവാ. ഇവരൊന്നും ശരിയല്ല. നല്ല ഒന്നാം തരം ആളെ ഞാൻ കാണിച്ചു തരാം. വാ. ആഹാ, മണ്ടന്മാര് അപ്പം കൊണ്ട് കുറുക്കം പോയി. നിങ്ങൾ ഇവിടെ നിൽക്കി, ഞാൻ പോയി വിവരമൊക്കെ പറഞ്ഞിട്ട് വരാം. ഓ, പ്രിയ ചിലപ്പോ പ്രാർത്ഥനയിലായിരിക്കേ. അട്ടെ, എന്തിനെ പറ്റി അറിയണ്ടേ? ഭാര്യയുടെ കാര്യമാ. ഓ, അയ്യാ, പാട്ട് കേട്ടിരിക്കാം. ഒന്ന് വേഗം റെഡിയാ. ഒന്ന് വേഗം റെഡിയാവാൻ. എന്തു പറ്റി? ഒരു കോള് വന്നിട്ടുണ്ട് മഷി നോക്കാൻ. എന്റെ അമ്മോ, എനിക്ക് വയ്യ. കഷ്ടപ്പെട്ട് പിടിച്ചോണ്ട് വന്ന സാധന എന്തെങ്കിലും പറഞ്ഞ് തടി തപ്പിയേ പറ്റൂ. എന്ത് പറയും? അത് പറഞ്ഞതാ. അയാൾക്ക് അയാളുടെ ഭാര്യയെ പറ്റി അറിയേണ്ടത്. അയാളുടെ ഭാര്യയെ പറ്റി എനിക്ക് എങ്ങനെ അറിയാം? എടാ മരം മണ്ട, മണ്ടാകേണ്ടുള്ള വിലയൊന്നും വേണ്ട. ഞാൻ പറയുന്നു, നീ ഒന്ന് കേക്ക്. ഭാര്യയെ പറ്റി ഒരു ഭർത്താവ് മഷി നോക്കാൻ വരുമ്പം അവന് അവരെ സംശയം ഉണ്ടാകുന്ന ഉറപ്പ്. വല്ല ജാരനുണ്ടെന്നോ വഞ്ചകയാണെന്നോ പെശകാണെന്നോ ഉണ്ടെന്നോ തട്ടി വിട്ടേക്ക്. ഞാനിതാ പോണ്, നീ നേരെ ഇരി, ഞാൻ അയാൾ കെട്ടുവിടാം. ഈ കുന്തൊക്കെ എടുത്ത് കളാ. ഇപ്പൊ ശരിയായി കൊടുക്കാം. എല്ലാം പറഞ്ഞിട്ടുണ്ട്, അങ്ങോട്ട് ചെന്നാ മതി. ഓ, വലിയ ഉപകാരം. എന്റെ കാര്യം ആദ്യം ഇരിക്കുക. ഓം. എന്റെ ഭാര്യയുടെ കാര്യമാ. കുറച്ചു കാലമായിട്ട് ഒരു സംഗതി അവളെ വിടാതെ പിടിച്ചിരിക്കുക. എല്ലാം എനിക്കറിയാം. ഇതെല്ലാം എനിക്കറിയാമോ? നമഃ. ഓം വൃദ്ധായ നമഃ. ഓം ആയുഷ്മാൻ ഭവ. ഓം ഓം വൃദ്ധായ. നിങ്ങളറിയാതെ മറ്റൊരു പുരുഷനുമായുള്ള അവരുടെ ബന്ധം മഷിയിൽ തെളിഞ്ഞു കാണുന്നുണ്ട്. ഇത്രയും വഞ്ചകയായ അവളെ ഇനിയും നിങ്ങളുടെ കൂടെ താമസിപ്പിക്കുന്നതിൽ എനിക്ക് തീരെ യോജിപ്പില്ല. എടാ, വാദം പിടിച്ച് താമസിക്കുന്ന എന്റെ ഭാര്യയുടെ അസുഖത്തിന്റെ കാര്യം അറിയാനാ ഞാൻ വന്നത്. വൈദ്യര് പറഞ്ഞത് നീ നിന്റെ വൈദ്യര് കൊല്ലും ഞാൻ എല്ലാത്തിനും. എന്റെ ഭാര്യ പരിശുദ്ധയാടാ, പരിശുദ്ധ. നീ നിന്റെ ബാഗ് ഒരു മഷിനോട്ടം മനുഷ്യനെ കബളിപ്പിക്കാൻ. എന്തായി? കാര്യങ്ങളൊക്കെ മംഗളായില്ലേ? എന്റെ ഭാര്യയ്ക്ക് ഒരു രഹസ്യക്കാരനുണ്ടാക്കാനാണ് താൻ അവന്റെ അടുത്ത് കൊണ്ടുപോയത്. എന്താ പറ്റിയത്? അത് അവനോട് ചോദിക്കേ. പിന്നെ ഒരു കാര്യം, എനിക്ക് ചോദിക്കാനും പറയാൻ ആരും ഇല്ലെന്ന് കരുതരുത്. വരുന്നുണ്ട് ഞാൻ കുറെ ആൾക്കാരുമായിട്ട്. എന്തിനാ? അവനെ നിന്നെ കൊല്ലാനായിട്ട്. രക്ഷപ്പെട്ടോ! ഇവിടെയും വഴിയാധാരമായല്ലോ എന്റെ ഭഗവാനെ. പുഴക്കരയെങ്കിൽ പുഴക്കര. ഇനി എങ്ങോട്ട് പോകാനാണെന്ന്.
ഇങ്ങനൊരു ജന്മം. ഒന്ന് വേഗം നടക്ക്. വെറുതെ അല്ല നിന്നെയൊക്കെ പോത്തേന്ന് വിളിക്കുന്നത്. കട്ടോണ്ട് വരാനുള്ള യാതൊരു ബോധമില്ല നിനക്ക്. എന്താ പുല്ലും തിന്നൂലേ? നോൺ വെജിറ്റേറിയൻ ആണെന്ന് തോന്നുന്നു. ഒന്ന് സഹകരിക്കൂ. കളിക്കല്ലേ കളിക്കല്ലേ കളിക്കല്ലേ. അയ്യോ, ഈ പാതിരാത്രി ഏത് പന്നിയാടെ ഇവിടെ വന്ന് കിടക്കുന്നത്? അയ്യോ, വരൂ മകനെ, നിന്റെ സമയം അടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഞാൻ വരില്ല. ഇല്ല, നിന്നെ ഞാൻ വിടില്ല. എനിക്ക് മരിക്കണ്ട. നീ മരിക്കണം. അയ്യോ, നിന്നെ ഞാൻ കൊല്ലും. എന്റെ ദൈവമേ, എന്താ എന്റെ ചെരുപ്പ്. അത് വേണമെങ്കിൽ നീ എടുത്തോ. രക്ഷപ്പെട്ടു. ഒന്ന് വേഗം വാ, നേരം എടുപ്പിക്കല്ലേ. ദൈവമേ, എന്നെ കൊല്ലാൻ വന്നിരിക്കുന്നേ. ഈശ്വരാ, മാർക്കണ്ടെ എന്നെ രക്ഷിച്ച് അങ്ങന്നെ എന്നെയും രക്ഷിക്കണേ. കാലൻ എന്നെ കൊണ്ടുപോകാൻ വന്നിരിക്കുന്നു. അവിടുന്ന് കണ്ണുറക്കണേ. ഇവനെ കൊണ്ട് വലിയ ശല്യമായല്ലോ. സ്വൈര്യമായിട്ടൊന്നും മോഷ്ടിക്കാൻ കൂടി സമ്മതിക്കില്ല. ഇവരിട്ടൊരു പണി കൊടുക്കുക തന്നെ. ഉൽപ്പലാക്ഷ, ദൈവമേ, എന്റെ പേരെങ്ങനെ മനസ്സിലായി? എല്ലാ നാമങ്ങൾക്കും അധിപനാണ് നാം. എന്താ നിന്റെ പ്രശ്നം? എന്നെ കൊണ്ടുപോകാൻ കാലം കാത്തു നിൽക്കുന്നു. പേടിക്കണ്ട, കാലൻ എന്നോടൊത്തൊരു ഡിസ്കഷൻ വന്നതാ. അയ്യോ, എനിക്ക് പേടിയാവുന്നു. ധൈര്യമായിരിക്കൂ, നിന്നെ ഞാൻ രക്ഷിച്ചുകൊള്ളാം. ഉറപ്പാണോ? ഉറപ്പ്. ആദ്യം കണ്ണു തുറക്കാതെ തറയിൽ കമിഴ്ന്നു കിടക്കണം, നേരം വെളുക്കുന്നതുവരെ. കിടന്നു. അനങ്ങരുത്. ഇല്ല. ശ്വാസം പോലും വിടരുത്. ഇല്ലേ ഇല്ല. അനങ്ങിയാൽ നിന്റെ മരണം ഉറപ്പ്. അയ്യോ, ഇനി ഞാൻ എന്റെ ഡിസ്കഷൻ തുടങ്ങട്ടെ. കൊള്ളാം. കാലൻ ഡിസ്കഷൻ നടത്താൻ ദൈവത്തിന്റെ അടുത്ത് വന്നിരിക്കുന്നു. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? സത്യമാണ് വൈദ്യരെ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. എന്താ വൈദ്യരെ, രണ്ടാളും കൂടി ഒരു കളിയും ചിരിയൊക്കെ നമ്മളും കൂടി ഒന്ന് കേക്കട്ടെ. അല്ല, ഉൽപ്പലാക്ഷം പറയായിരുന്നു. വൈദ്യരെ, അമ്പലത്തിലെ ഭണ്ഡാരപ്പെട്ടി ഇന്നലെ രാത്രി ആരെ കട്ടോണ്ട് പോയി. എല്ലാരും അമ്പലത്തിൽ കൂടിയിരിക്കണം. വൈദ്യരോട് കൂടി ചെല്ലാൻ പറഞ്ഞു. ഉൽപ്പലാക്ഷ, നേര് പറ, ആരാ ഭണ്ഡാരം മോഷ്ടിച്ചത്? ഞാൻ പറഞ്ഞില്ലേ, കാലനായിരിക്കും. എന്നെ കിട്ടാത്ത ദേഷ്യത്തിന് ഭണ്ഡാരം കട്ടോണ്ട് പോയതാ. സത്യം പറ, നീ അമ്പലത്തിലെ ഭണ്ഡാരം മോഷ്ടിച്ച് കള്ളക്കഥ പറയല്ലേ? ശ്ശെ, ഈ തലയെ തൊട്ട് ഞാൻ സത്യം ചെയ്യുന്നു. ഞാൻ പറഞ്ഞ നേരെ. കയ്യെടുക്കടാ. എടാ, കയ്യെടുക്കാൻ. എന്റെ തല തെറിച്ചു പോയാൽ നിനക്കണ്ട. ഇനി നമ്മൾ അവിടെ ചെന്നില്ലേ നമ്മളെ സംശയാവും. ഞാൻ പറഞ്ഞോ? വരണം. പക്ഷെ ഒരു കാര്യം, ഇപ്പൊ ഇവിടെ പറഞ്ഞ കാലന്റെ കഥയെങ്ങാനും അവിടെ ചെന്ന് പറഞ്ഞ നാട്ടുകാര് തല്ലി ചതച്ച് യഥാർത്ഥ കാലിന്റെ അടുത്ത് കൊണ്ടുവന്നാക്കും. നിന്നെ മാത്രമല്ല, നിന്നെ പാർപ്പിച്ച എന്നെയും. ഞാൻ ചെന്നില്ല എന്ന്. കളിച്ച് കളിച്ച് പടച്ചവന്റെ മുതലെടുത്തിട്ടായി കളി. 40 കൊല്ലമായിട്ട് ഇവിടുത്തെ ശാന്തിക്കാരനാണ് ഞാൻ. ഇത്രയും കാലമായിട്ട് ഇങ്ങനൊരു സംഭവം. തിരുവേലി വിഷമിക്കരുത്, തമ്പുരാന്റെ പണം എങ്ങും പോവില്ല. കട്ടവൻ ഇവിടെ തന്നെ കൊണ്ടുവന്ന് തരും. ആ, വൈദ്യര് വന്നല്ലോ. അറിഞ്ഞില്ലേ വിശേഷം? അറിഞ്ഞിടത്തോളം ഒക്കെ മതി. ലോകാവസാനായി എന്നാ തോന്നണേ. ലോകാവസാനത്തിന് മുമ്പെങ്കിലും കള്ളനെ പിടിക്കണം. അതിന് പറ്റിയ ആളോടുണ്ടല്ലോ. ഉൽപ്പലാക്ഷം മഷി നോക്കട്ടെ. അതിലും വേഗം നമ്മൾ ആരെങ്കിലും നോക്കാവും. ഇവർ ഇന്നലെ നോക്കിയ കാര്യം നമുക്കറിയാലോ. അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. ഉൽപ്പലാക്ഷന്റെ വകയിൽ ഒരാൾ മിനിയാന്ന് രാത്രി ചത്തു. പുലതീര് മുമ്പ് നോക്കിയതാ കുഴപ്പമായത്. ഇനിയിപ്പോ നാരായണത്തല്ലേയും കണാരം കാണുന്നവരും ഒക്കെ ഇല്ലിവിടെ. അവര് പോരെ. അതിലാരുടെ അടുത്ത് പോണമെന്ന് തർക്കം വേണ്ട. നാരായണത്തുള്ള തന്നെ ആയിക്കോട്ടെ. അത് മതി. ഓ, അല്ല, എല്ലാവരും ഉണ്ടല്ലോ. വരൂ വരൂ. തമ്പുരാന്റെ മുതല് പോകുമ്പോ ഇങ്ങോട്ട് വന്നല്ലേ പറ്റൂ. ഞാനായിട്ട് അഹങ്കരിക്കാന്ന് കരുതരുത്. ഈ നാട്ടില് മഷി നോക്കി സത്യം പറയാൻ വേറെ ആരാ ഉള്ളത്? അതുകൊണ്ടല്ലേ ഇങ്ങോട്ട് തന്നെ വന്നത്. ആ, എല്ലാവരും അകത്തേക്ക് ഇരുന്നാട്ടെ. ഈശ്വര, അവിടുത്തെ പണം മോഷ്ടിച്ചോനെ ഈ മഷിയിൽ തെളിയിച്ചു തരണേ.
ഓം ശ്രീ മം ശ്രീ. എന്റെ ഭഗവതി, എന്തു പറ്റി? കള്ളൻ ആരാണെന്നൊന്ന് വേഗം പറയൂ. അവനെ കയ്യിൽ കിട്ടിയിട്ട് വേണം മുക്കാലി കെട്ടി അടിക്കാൻ. അടിച്ചാലൊന്നും പോരാ, കൊല്ലണം. എന്തായാലും പറയൂ. എനിക്കൊന്നും കാണുന്നില്ല, മഷിയൊന്നും തെളിയുന്നുമില്ല. നിങ്ങൾ എന്തായി പറയുന്നത്? ഒന്നും കാണുന്നില്ലെന്നോ? എന്നോട് ക്ഷമിക്കണം, എനിക്കിത് പറയാൻ വയ്യ. ഇതിലിവിടേക്ക് വന്നാ നമ്മളെ വേണം മുക്കാലി കെട്ടി അടിക്കാൻ. മുമ്പൊക്കെ കഴിവുണ്ടായിരുന്നു, തല്ലും കൂട്ടുമായിട്ടൊക്കെ പോയി. ഈശ്വരകോപം അല്ലാണ്ട് എന്ത് പറയാനാ? അതെ, ഏതായാലും കഷ്ടമായിപ്പോയി. വരട്ടെ. എന്റെ പുലകുളി അടിയന്തര കണ്ടേ നീ അടങ്ങൂ. സത്യം സത്യമായി പറയുന്ന മഷിയായിരുന്നു നാരായണിത്തലയുടെ. ഇനി ആരെങ്കിലും അവരടുത്ത് പോവോ? ആ, എന്താ ചാത്ത, സുഖം തന്നെ അല്ലേ? ഓ, തമ്പ്രാക്കന്മാർക്ക് വിരോധമല്ലെങ്കിൽ ചാത്തനൊന്ന് പറഞ്ഞോട്ടെ. എന്താ? സത്യം കണ്ടുപിടിക്കുന്ന കാര്യത്തിൽ കണാരൻകാരനൊരു ഒട്ടും മോശമല്ലല്ലോ. അവിടെ ചെന്നാലും ഗതി ഇത് തന്നെ ആവുമോ ചാത്ത? ചാത്തനല്ലേ തമ്പ്ര പറയുന്നത്? നമുക്കൊന്ന് നോക്കിയാലോ പ്രസിഡന്റ്? ഇനി അവിടെ പോകാഞ്ഞിട്ട് സത്യം തെളിയാതിരിക്കണ്ട. പോകാം. വന്നാട്ടെ വന്നാട്ടെ. മണിയണ്ട, മണിയണ്ട, എന്താ എന്താ അച്ചു? അമ്പലത്തിലെ ഭണ്ഡാരം മോഷ്ടിച്ചത് ഞാനാ. അത് പിന്നെ ഞാനല്ലെങ്കിൽ നീ ആയിരിക്കും ഉറപ്പല്ലേ? ഒന്നിച്ച് കുറച്ച് പണം കിട്ടിയ തങ്കമണിനെയും കൊണ്ട് ഒളിച്ചോടാമെന്ന് കരുതി ചെയ്തതാ. അമ്പടാ, നീ ആള് കൊള്ളാലോ. ഇപ്പൊ ആകെ പ്രശ്നമായി. കമ്മിറ്റിക്കാരൻ എന്റെ അമ്മയുടെ അടുത്ത് പോയി. മഷിയിൽ എന്റെ മുഖം കണ്ടതുകൊണ്ട് അമ്മ സത്യം പറഞ്ഞില്ല. പിന്നെന്താ? എടാ, അത് കഴിഞ്ഞ് അവര് നിന്റെ അച്ഛനെ കാണാൻ പോയിരിക്ക. മഷിയിൽ എന്റെ മുഖം കണ്ടാൽ നിന്റെ അച്ഛൻ സത്യം വിളിച്ചു പറയും. ഞാൻ കുടുങ്ങും. ഞാൻ കുടുങ്ങിയാല് എന്റെ അമ്മ നിന്റെ പഴയ കഥ മുഴുവൻ വിളിച്ചു പറയും. ആകെ പ്രശ്നമാകും. ഈശ്വര, ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒറ്റ വഴിയുള്ളൂ, നീ കൂടി ഈ മോഷണത്തിൽ പങ്കുചേരണം. നിന്റെ മുഖം കൂടി മഷിയിൽ കണ്ടാൽ അമ്മാവൻ സത്യം പറയില്ല, നമ്മൾ രക്ഷപ്പെടും. എനിക്ക് സമയം കളയണ്ട. നീ അത് എവിടെ വെച്ചത്? പുഴക്കരയിൽ കുഴിച്ചിട്ടിരിക്കുക. എത്രയും പെട്ടെന്ന് നമുക്കത് അവിടെ നിന്ന് എടുത്ത് മാറ്റി കുറിച്ചിടാം. നാരായണന്റെ മഷിനോട്ടത്തിന്റെ പൗറക്ക് എന്നേ പോയില്ലേ? ഗുരുവായ എന്നെ നിന്ദിച്ചവൾക്ക് ഇനി മഷിയിൽ ഒന്നും തെളിയില്ല. കാരണവര് തന്നെ കള്ളനെ കാണിച്ചു തരണം. ക്ഷേത്രവന്നാരം പോവാന്ന് പറഞ്ഞാൽ കള്ളനെ അല്ല, അവന്റെ തന്റെ വരെ ഞാൻ കാണിച്ചു തരാം. അപ്പൊ കള്ളൻ ദേവി സമശ്വര സമസ്തവഞ്ചിതകരികാശി. എന്റെ ഭഗവതി, എന്താ? എന്തു പറ്റി? എനിക്കൊന്നും തെളിയുന്നില്ലല്ലോ എന്റെ ഭഗവതി. ആളുകളെ പെണ്ണുകൂടെ തല്ലുപിടി ഉണ്ടായിരുന്ന സിദ്ധിയൊക്കെ പടിയിറങ്ങി പോയി കാണും. ആ, ഇനി ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല, നമുക്ക് പോവാം. അല്ല, ഞാൻ എന്നോട് ക്ഷമിക്കണം പ്രസിഡന്റ്. നിങ്ങളോടൊക്കെ ബഹുമാനമായിരുന്നു ഞങ്ങൾക്ക്, പക്ഷെ ഇപ്പൊ പുച്ഛമാണോ തോന്നേ? എന്താ എന്താ സംഭവിച്ചത്? നിന്റെ വയറ്റിൽ പറഞ്ഞത് കള്ളനായി പോയല്ലോ. കഴുതയ്ക്ക് കുതിര പിറക്കില്ലല്ലോ. ഓടിയായിട്ട് മോഷണം നടത്തണമെങ്കിൽ ഇങ്ങനെ തന്നെ നടത്തണം. തക്ക സമയത്ത് ബുദ്ധി തോന്നിയ കാരണം അമ്പല കമ്മിറ്റിക്കാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇതിനകത്തുള്ള പണം മുഴുവൻ എടുത്തിട്ട് വേണം ഈ പെട്ടി ആരും അറിയാതെ അമ്പലത്തിൽ തന്നെ കൊണ്ടുപോയി വെക്കാൻ. മുഖം മറക്കടാ, മുഖം മറയ്ക്കാൻ. എന്റെ എല്ലാം നിന്റെ. അത് പറഞ്ഞാ പോരെ? ഒന്നും കാണുന്നില്ല. ഞാനും കാണുന്നില്ല. നീ എന്ത് പണിയാ ചെയ്യുന്നത്? നീ പറഞ്ഞ പണി. ഓ, എന്നാ മാറ്റി പണി. എങ്ങോട്ടേക്കാ? എന്റെ ദൈവമേ, അമ്പലത്തിലെ ഭണ്ഡാരാണല്ലോ ഇത്. ഏത് കാട്ടുകള്ളന്മാരാണ് ഈ പണി ചെയ്തത്? ഏതായാലും ഇതെന്റെ കയ്യിലിരിക്കട്ടെ. ഇത് വെച്ചൊരു കളി കളിക്കണം. വൈദ്യരെ, 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 അലറാണോ?
എനിക്ക് ഉൽപ്പലാക്ഷൻ ഒന്ന് കാണണം. കാണാം. ഇന്നലെ പുറത്തായിരുന്നു, ഇന്ന് കാലിനെ പേടിച്ച് മുകളിലിരിപ്പുണ്ട്. എനിക്ക് അവനെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. താനും കൂടെ വാ. അയ്യോ, ശബ്ദം ഉണ്ടാക്കാടോ. ആരാ? ഞങ്ങളെന്ന് വെച്ചാ പങ്കജാക്ഷനും വൈദ്യുരുവാ. കള്ളം പറഞ്ഞെന്നെ കുരുക്കാനല്ലേ? വാതിൽ ഉറക്കില്ല. വളരെ ഉറക്കണ പന്നി. കാട്ടുകള്ളനെ നിന്നെ നാട്ടിലെ മഷിനോട്ടക്കാരനാക്കിയ പങ്കജാക്ഷനാ പുറത്ത് തെണ്ടി. ഇവിടെ പറഞ്ഞാടോ. ഇപ്പൊ വിശ്വാസമായി. വാതിലടച്ചോ. എന്താ ഈ രാത്രിയില്ലേ? അത്യാവശ്യമുണ്ട്. നാളെ രാവിലെ നാട്ടുകാരെയൊക്കെ വിളിച്ചുകൂട്ടി അമ്പലത്തിലെ ഭണ്ണാരം എവിടെ ഉണ്ടെന്ന് നീ പ്രവചിക്കുന്നു. ഇതുകൂടി തെറ്റിയ ഇവന്റെ അവസാനത്തെ മഷിനോട്ടായിരിക്കും. ഒരിക്കലുമല്ല, പുതിയൊരു തുടക്കം. ഉൽപ്പലാക്ഷന്റെ വളർച്ചയുടെ തുടക്കം. എങ്ങനെയാ? അതാ മനസ്സിലാവാത്തത്. മനസ്സിലാക്കി തരാം. പുഴക്കരയിലെ മണപ്പുറത്ത് 2 കള്ളന്മാർ ഒളിപ്പിച്ചു വെച്ച ഭണ്ണാരം തൊട്ടപ്പുറത്തെ കുറ്റിക്കാട്ടിൽ ഞാൻ മാറ്റി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. മഷി നോക്കി നാളെ ഈ രഹസ്യം നീ വെളിപ്പെടുത്തുന്നു. ഉൽപ്പലാക്ഷം വളരുന്നു, കണാരനും നാരായണിയും തളരുന്നു. ഏഷനെയും കുശുമ്പും കൊണ്ട് നമുക്ക് കഴിവുള്ള 2 മഷിനോട്ടക്കാരെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇനി അവർക്കൊന്നും തന്നെ പ്രവചിക്കാനുള്ള കഴിവില്ല. അതുകൊണ്ട് കഴിവുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കാത്ത, എന്നാൽ അപാരമായ കഴിവുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ശ്രീ ഉൽപ്പലാക്ഷന് അമ്പലമോഷണ കേസിനെ പറ്റി മഷി നോക്കാൻ ഒരവസരം കൊടുക്കണം. ഏതായാലും വൈദ്യർക്ക് വേണ്ടി ഞങ്ങളൊരു അവസരം നൽകാം. എന്നാൽ സത്യം കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ മഷിനോട്ടം എന്ന ബോർഡും വെച്ചുകൊണ്ട് ഉൽപ്പലാക്ഷൻ ഇനി ഇവിടെ ഇരിക്കാൻ പാടില്ല. മുകളിലുള്ളവൻ അറിയാതെ ഒന്നും നടക്കില്ലല്ലോ. ഉൽപ്പലാക്ഷൻ മഷി നോക്കട്ടെ. ലുങ്കിയിൽ പൊതിഞ്ഞ ഒരു ഭാണ്ഡക്കെട്ട്. ഭാണ്ഡമല്ല, നമുക്ക് കണ്ട് ഭണ്ഡാരമാ. ഭാണ്ഡത്തിനകത്താണല്ലോ ഭണ്ഡാരം. ഒന്ന് തെളിച്ചു പറയൂ. ജലവും മണലും ചേരുന്ന സ്ഥലം. പുഴക്കരയാണോ? അതെ, പുഴക്കരയിലെ വഴിയുടെ ഇടതുഭാഗത്ത് കുറ്റിക്കാടുകൾക്കുള്ളിൽ. കുളിച്ചിട്ടിരിക്കുകയാണോ? പിന്നെ ഏതെങ്കിലും കള്ളം തുറന്നു നോക്കിയോ? ശരി, നമുക്ക് ഒരുമിച്ച് പോയി നോക്കാം. ഹരി ഓം ശ്രീ. ഭണ്ഡാരം അവിടെ തന്നെ കാണുന്നേ. ഓം കല്യാണിയായ നമഃ. ഉൽപ്പലാക്ഷൻ പറഞ്ഞ സ്ഥലം ഏതാ? നിക്ക്. ഉൽപ്പലാക്ഷം പറഞ്ഞ സ്ഥലം ഇത് തന്നെ. ഉൽപ്പലാക്ഷന്റെ പ്രവചനം ശരി തന്നെ. എവിടെ ഉൽപ്പലാക്ഷൻ? ഞാനിവിടെ ഉണ്ട്. വലിയ ദിവ്യശക്തിയുള്ള ആളാണ്. തെറ്റിദ്ധരിച്ച് ക്ഷമിക്കണം. സാരമില്ല, ഏതൊരു മഹത് വ്യക്തിയും ആദ്യം അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. എന്റെ തന്നെ അവസ്ഥ അതായിരുന്നല്ലോ. ഇന്നു മുതൽ നമ്മുടെ ഗ്രാമത്തില് ഒരേ ഒരു മഷിനോട്ടക്കാരനേ ഉള്ളൂ. അത് ഉൽപ്പലാക്ഷനാണ്. ഇനി അങ്ങോട്ട് ഉൽപ്പലാക്ഷന്റെ ശുക്രദശയായിരിക്കും. ഈ ദശയിൽ വക്രബുദ്ധികൾക്ക് വരെ വെച്ചടി കയറ്റമായിരിക്കും. വച്ചടി കയറ്റത്തിനിടയ്ക്ക് നല്ല ചുട്ട അടി കൊണ്ട് നട്ടല്ലൊടിഞ്ഞ് ചക്രശ്വാസം വലിക്കുമെന്ന എന്റെ സംശയം. അങ്ങനെ സംശയം തോന്നിയാൽ നീ എന്റെ വൈദ്യശാലയിലോട്ട് വന്നാൽ മതി. നിന്റെ ശ്വാസം നിർത്തി തരുന്ന കാര്യം ഞാൻ ഏറ്റു. മഷി നോട്ടത്തിന്റെ ABCDEF ജയിച്ച് അറിഞ്ഞോളാത്ത ഞാൻ പ്രവചനം നടത്തിയാൽ നാട്ടുകാർ എന്നേക്കുമായി എന്റെ ശ്വാസം നിർത്തി തരുമെന്ന എന്റെ പേടി. നീ ഭേദഗതനാകാതെ. എന്തോന്ന്? നീ പേടിക്കാതെ എന്ന്. നാളെ നേരം വെളുക്കും, ആളുകളെത്തും. ഓരോ കേസ് തെളിയിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? അതിനുള്ള വഴി എന്റെ തലയ്ക്കകത്തുണ്ട്. തലയ്ക്കകത്ത് വെച്ചോണ്ടിട്ട് എന്ത് പ്രയോജനം? ഇറക്കാൻ പോവാ. ഇന്ന് രാത്രി തന്നെ നമ്മൾ ഇതിലെ ലൊട്ടിലൊടുക്ക് മോഷണങ്ങൾ നടത്തുന്നു. അയ്യോ, മോഷണോ? അതെ, കിണ്ടി, ലോട്ട, ഇഡ്ഡലിക്കുട്ടവും തുടങ്ങിയ പാത്രങ്ങളും ആട്, പശു, കോഴി, താറാവ് തുടങ്ങിയ വളർത്തുമൃഗങ്ങളും ഇതിനെയൊക്കെ പല സ്ഥലങ്ങളിലായി നമ്മൾ കുളിപ്പിക്കല്ല, ഒളിപ്പിക്കുന്നു.
ആൾക്കാർ മഷി നോക്കാൻ എത്തുമ്പോൾ ഉൽപ്പലാക്ഷൻ സത്യം തെളിയിക്കുന്നു. എന്താ ഈ ബുദ്ധിയൊക്കെ ജയിലിൽ പോയപ്പോ കിട്ടിയതാ? അവിടെ ജയിലിൽ തന്നെ പോലൊരുത്തൻ കുഞ്ഞിനുണ്ടായിരുന്നു. വളരെ സ്നേഹസമ്പന്നനായ ഒരു കാഞ്ഞ കള്ളൻ. പിന്നെ ഈ ജാതി ബുദ്ധിക്കാ പഞ്ഞം. വാ പരിപാടി തുടങ്ങാം. ഇതല്ലടോ മോഷണം. അവിടെ ഓക്കെ. അതോ? ഉച്ച കഴിഞ്ഞു. കുളിച്ചിട്ടില്ല, ആഹാരം കഴിച്ചിട്ടില്ല. എന്തിനാടി കുളിയും ജപമൊക്കെ? നാളെ എത്രയായി ഒരുത്തനെങ്കിലും വഴി നോക്കാൻ ഇങ്ങോട്ട് വന്നിട്ട്? ഒക്കെ അങ്ങോട്ടല്ലേ പോണം. ആ എങ്ങനെ കഴിഞ്ഞുകൂടി കുടുംബ? ആങ്ങളെയും പെങ്ങളും കൂടി തല്ലുകൂടി എല്ലാം കളഞ്ഞില്ലേ? എഴുന്നേക്കുന്നേ, ഊണ് കഴിക്കണ്ടേ? എന്തിനാടി ചോറും കറിയും ഒക്കെ? എല്ലാം പോയില്ലേ? എന്ത് പോയിന്ന് അമ്മ പറയുന്നേ? അമ്മാവനായിട്ടുള്ള പിണക്കമൊക്കെ മാറ്റി അമ്മ പഴയ പോലെ ഉഷാറാവണം. നിങ്ങൾ രണ്ടാളും കൂടി ഒന്നായി നിന്നാ ഒരു ഉൾപ്പലാക്ഷൻ ഇവിടെ നിൽക്കാൻ പറ്റില്ല. എന്റെ തല പോയാലും ശരി, ഇനി കള്ള കണാരനുമായി ചെയ്യുന്ന ആരാ എനിക്ക് ഒരു ബന്ധം ഉണ്ടാവില്ല. എങ്കിൽ പട്ടിണി കിടന്ന് ചത്തോ, അതതിലും നല്ലത്. പച്ചവെള്ളം പോലും കുടിക്കാതെ ചാകുന്നെങ്കിൽ അങ്ങ് ചാകട്ടെ മോളെ. എന്നാലെങ്കിലും ഈ അച്ഛന് മനസ്സമാധാനം കിട്ടുമല്ലോ. എനിക്കിഷ്ടായി. അല്ല, ഈ ഗ്രാമവും പാടവും അമ്പലവും അമ്പലക്കുളവും എന്താ പറഞ്ഞേ? കുട്ടി കൊള്ളാലോന്ന്. എന്താണ് പറഞ്ഞ? ഏയ് വിശേഷിച്ചൊന്നുമില്ല, കുട്ടി കൊള്ളാന്ന് പറയായിരുന്നു. എന്താ നിനക്ക് വേണോ? പെങ്ങളാണോ കുട്ടി? തെറ്റിത്തര കാണിക്കണോടാ. അച്ഛാ, ആ തെണ്ടി എന്റെ പെങ്ങളെ പഞ്ചാര അടിക്കുന്നത് കൈയും കെട്ടി നോക്കി നിൽക്കണോ ഞാൻ? വേണം. കൈയും കെട്ടി നോക്കി നിന്നാ മാത്രം പോരാ, രണ്ട് കൈ പിടിച്ച് ആനയിക്കൊണ്ട് വരണം. നിങ്ങൾക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? പ്രാന്ത് നിന്റെ തന്തയ്ക്ക്. ഇന്നലെ വരെ ഈ ഗ്രാമത്തിൽ പേരും പെരുമയും ഒക്കെ എനിക്ക് നാരായണിക്ക് മാത്രമായിരുന്നു. ഇന്ന് ഞങ്ങൾ ഒന്നുമല്ല, ഇന്നെല്ലാം അവനാ. പണമുണ്ട്, പ്രശസ്തിയുണ്ട്, അതിലൊക്കെ ഉപരി തറവാടിന്റെ പാരമ്പര്യം നിലർത്തുന്ന ഒരു ജോലിയും, മഷിനോട്ടം. അവന് നമ്മുടെ മകളെ ഇഷ്ടായി എന്ന് പറഞ്ഞാൽ സുഹൃതം. നാരായണന്റെ മോളേക്കാൾ എന്തുകൊണ്ട് നമ്മളുടെ മോൾക്ക് ചേരുക അവൻ തന്നെയാ. അച്ചു, അവന്റെ പേര് പറഞ്ഞാൽ വെട്ടി തുറുക്കണ്ട. ഇനി ഇവിടെ എന്ത് നടക്കുമെന്ന് ഞാൻ തീരുമാനിക്കും.
എല്ലാവരും അവരനുസരിച്ചാ മതി. നിങ്ങൾ എന്തിനോട് പുറപ്പാടാ? കല്യാണത്തിന്, നമ്മളുടെ മോളുടെ കല്യാണത്തിന് ഞാൻ പോയി അവനെ കണ്ട് ഇവൻ ചെയ്ത വിവരക്കേട്ട് മാപ്പ് പറഞ്ഞ് നല്ലൊരു ബന്ധം സ്ഥാപിക്കാൻ നോക്കാം. എല്ലാം തുളയ്ക്കാനുള്ള പുറപ്പാടാ. അല്ല, കണാരൻ കാരണം പറഞ്ഞ ഈ ബൈക്കൊക്കെ എനിക്ക് ആ ചെറുക്കനെ ഒന്ന് കാണണം. ഉൽപ്പലാഷിനെ കാണാലോ, കണ്ണ് നിറയെ കാണാലോ. എവിടെ, മോളിലാണോ? അതെ, മോളിലാ. ഞാനൊന്ന് കണ്ടിട്ട് വരാം. നിക്ക്. വിരോധമൊന്നും തോന്നരുത്. ഉൽപ്പലാക്ഷനെ കാണാൻ കാത്തിരിക്കുന്നവരാ ഇവരൊക്കെ. പല പല നാട്ടിൽ നിന്ന് വന്നോരാ കക്ഷി നോക്കാൻ. എന്താ മൂപ്പര് ഒരു തിരക്ക്. എന്താ, എനിക്ക് കാണാൻ പറ്റില്ലോ ഇതിരെ? പറ്റുമല്ലോ, പക്ഷേ ടോക്കൺ എടുക്കണം. ഞാനെടുത്ത പൊന്തുവോ? അതല്ലാന്ന്, ഈ നമ്പർ ഇതാ, നല്ല അസല് നമ്പറാ, 36. ആ, കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കണമല്ലോ. അപ്പറഞ്ഞത് നേരാ, കാര്യം കാണാൻ കഴുത കാലം പിടിക്കണം. ആണ്ടിപ്പൂപ്പ, നമ്മുടെ കണാരൻകാരനവർക്കൊരു ഛായ. ഞാൻ പോയി ഉൽപ്പലാക്ഷനോട് പറഞ്ഞിട്ട് വരാം. ആണ്ടിമൂപ്പ, ദേ അടുത്ത പാർട്ടി. അല്ല, ഇതാരപ്പാ? എന്താ ഇതുവഴി? പാടത്ത് പോയിട്ട് വരുന്ന വഴിയാ. ഓ, എന്തായി എന്റെ രാസനാദി കഷായം? അത് പിന്നെ ഇവിടത്തെ തിരക്കൊക്കെ അറിയാലോ. നാളെ തരാം. എന്താ ഇവരൊക്കെ ഇവിടെ വന്നിരിക്കുന്നേ? നിന്റെ മരുന്ന് വാങ്ങാനാ? ഹേയ്, നമ്മുടെ ഉൽപ്പലാക്ഷന്റെ അടുത്ത് മഷി നോക്കാൻ വന്നവരാ ഇവരൊക്കെ. സ്വന്തം കഴിവിൽ വിശ്വാസം ഇല്ലാണ്ടായി തുടങ്ങിണ്ടാവും. അല്ലെങ്കിൽ വേറൊരുത്തന്റെ കാല് പിടിക്കണോ? ലംബോദരാ, ഓ, കൊടപിടി. ഓ, കഷ്ടകാലം കാണുന്നത് കഷ്ടകാല ലംബോദര. അതെ അതെ, പോവാം. ഓ. ലംബോദര, കൊടപിടി. ഈ ലംബോദര ഇതെന്ത് ജന്മാവാ ഇതിരെ? അതിന്റെ ഒക്കെ ജന്മം തന്നെയാ വാനരൻ. ഞാൻ കാര്യമായിട്ടൊന്ന് പറഞ്ഞോണ്ട് നേരത്തെ വിളിക്കാം. ചെല്ലി. നമസ്കാരം. നമസ്കാരം. ഞാൻ ഈ ഗ്രാമത്തിലെ ഒരു പെൻഷൻ പറ്റിയ മഷിത്തോട്ടക്കാരനാണേ. കേട്ടിട്ടുണ്ട്. വരൂ. ഓ, ഇരിക്കൂ. ക്ഷമ പറയാനാ ഞാൻ വന്നത്. എന്തിന്? എന്റെ മോന്റെ അവിവേകം കാരണം എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഓർക്കണം. നിങ്ങളുടെ മോളാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇപ്പൊ അറിഞ്ഞല്ലോ, അത് മതി. ഇനി ഇങ്ങനെ അബദ്ധം പറ്റില്ല. അബദ്ധോ? ആര് പറഞ്ഞ അബദ്ധമെന്ന്? ഉൽപ്പലാസിന്റെ പ്രായത്തിൽ ഇതൊന്നും ഒരു തെറ്റല്ല. അത് എനിക്കിഷ്ടം ഉൽപ്പലാസിനെ. എന്റെ ഇഷ്ടം തന്നെ തങ്കമണിയുടെ. ഞാൻ ആ ഉദ്ദേശത്തിലല്ല. വേണ്ട, ഞാൻ ആ ഉദ്ദേശത്തിലാണെന്ന് കരുതിക്കോളൂ. കുടിലിന്റെ കാര്യത്തിൽ സാമ്യതയുള്ള ഒരു മരുവേനൊക്കെ കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ ഭാഗ്യ. ഉൽപ്പലാക്ഷനെ ഇന്ന് രാത്രി എന്റെ വീട്ടിൽ അത്താഴം വരണം. അങ്ങോട്ട് വിളമ്പി കൊടുക്കുമോളെ. അവനിനി ജീവിതകാലം മുഴുവൻ വിളമ്പാനുള്ളതല്ലേ, ബാക്കി ഇങ്ങോട്ടിട്ടോളൂ. പുറത്തുനിന്നൊക്കെ ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞാൽ ഇനി ഞങ്ങൾക്കാ ക്ഷീണം. ഇനി കഴിക്കില്ല. 3 നേരം ഇവിടെ തന്നെ ആയിക്കോട്ടെ. കൂടെ ഞാനും. ഭക്ഷണം മാത്രം ആക്കണ്ട, താമസം കൂടെ ആയിക്കോട്ടെ. വേണ്ടി വന്നാൽ ഉൽപ്പലാക്ഷന്റെ കൂടെ താമസിക്കുകയും ചെയ്യും. അല്ലേ ഇതിന്? അതിനു മുമ്പ് താലികെട്ട് നടത്തണേ. അതൊക്കെ എന്നേ തീരുമാനിച്ചു കഴിഞ്ഞതാ. നീ വിളമ്പി കൊടുക്കുമോളെ. ഈ കൈ കൊണ്ട് ഞാൻ എന്നും വിളമ്പണമെന്നാ എന്റെ പ്രാർത്ഥന. ഇവിടത്തെ ചെക്കന് കല്യാണാലോചിച്ച പെൺകുട്ടീനെ വരുത്തനായ ഒരുത്തന് പെണ്ണാലോചിക്കുന്ന കണാരൻകാരനോരുടെ നടപടി തീരെ ശരിയായില്ല. എന്റെ മോന് അവന്റെ മോളെ വേണ്ട. അത് പിന്നെ എനിക്കറിഞ്ഞൂടെ. ഇനിയിപ്പൊ അയാൾ വന്ന് കാല് പിടിച്ചാലും നമ്മൾ കൊടുക്കോ? ഇല്ല. പിന്നെ വൈദ്യരെന്താ പറഞ്ഞു വരുന്നത്? ഇവിടത്തോടുള്ള വാശി തീർക്കാനാ കണാരൻകാരനൊരു തങ്കമണിയെ ഉൽപ്പലാക്ഷന് പെണ്ണാലോചിക്കുന്നത്. അച്യുതന് കൊടുക്കാമെന്ന് പറഞ്ഞ പെണ്ണിനെ ഉൽപ്പലാക്ഷനെ കൊണ്ട് കെട്ടിച്ചാൽ ഇവിടത്തെ മുഖത്ത് കരിവാരി തേക്കുന്നതിന് തുല്യമല്ലേ? കരി കഴുകിയ പോകൂലേ വൈദ്യരെ? ലംബോദര, ഓ, അകത്തു പോ. ഓ, ഒരു വഹയ്ക്ക് കൊള്ളില്ല. അതുകൊണ്ടല്ലേ ഇവിടത്തെ ഭർത്താവായി പോയത്. വൈദ്യരെ, അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് കണാരൻകാരനൊരു ഉൽപ്പലാക്ഷനെ പിടികൂടും മുമ്പേ നമ്മൾ പിടിക്കണം. ഇവിടത്തെ അമ്പിയയ്ക്ക് എന്തുകൊണ്ടും ചേർന്ന ബന്ധമായത്. അവന്റെ നാടും വീടും അറിയാതെ. എന്താ, നാടും വീടും നോക്കുമ്പോഴേക്കും കണാരൻകാരനൊരു കല്യാണം നടത്തും. നിങ്ങൾ നാണം കെടും. മൂപ്പര മുമ്പ് തോക്കാൻ തന്നെ തീരുമാനിച്ചങ്ങള്. തല പോയാലും വേണ്ടില്ല, അവനെ എനിക്ക് തോൽപ്പിക്കണം. എങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം. ഉൽപ്പലാക്ഷനോട് നേരിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ അവൻ നിങ്ങളുടെ കൂടെ നിൽക്കും. അവനും മഷി നോട്ടും, നിങ്ങൾക്കും മഷി നോട്ടും.
രണ്ടുപേരും കൂടി ഒന്നായാൽ പിന്നെ ഇവിടെ ഒരു പൊടി പൂരമാകും. പിന്നെ കണാരൻകാർന്നവരുടെ അഡ്രസ്സും ഉണ്ടാവില്ല. വൈദ്യരുടെ ബുദ്ധി അപാരം തന്നെ. ഉൽപ്പലാക്ഷന് ഒരു കല്യാണം ഉണ്ടെങ്കിൽ പെണ്ണ് എന്റെ മോൾ അമ്പികയായിരിക്കും. വൈദ്യര് പൊക്കോളൂ. സന്തോഷായി, എനിക്ക് സന്തോഷായി. ഏഷണ വൈദ്യര് കുടുംബം കലക്കി തെണ്ടി തെമ്മാടി ഏഭ്യൻ ചെറ്റ കഴുത. ലംബോദര, എന്തോ ഇവിടെ പറഞ്ഞൊന്നും ലംബോദരൻ കേട്ടില്ല. കേട്ടില്ല, കണ്ടില്ല, പറയില്ല, അതല്ലേ ലംബോദരൻ. ഈ കള്ളത്തരം പറഞ്ഞ ആൾക്കാരെ കുപ്പിയിലാക്കുന്ന പണി തിരക്കേടില്ലട്ടോ. പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഞാൻ മുങ്ങും, പറഞ്ഞില്ലാന്ന് വേണ്ട. അയ്യോ, ഞാൻ കൊടുക്കും. നോക്ക്, രാജയോഗം കുടക്കീഴിൽ വന്നു നിൽക്കുന്നു. സമയം കളയണ്ട, വാ. എപ്പോ വന്നു? കഷായപ്പൊതി ഞാൻ കൊടുത്തയച്ചിരുന്നല്ലോ. ഞാൻ വന്നത് ഉൽപ്പലാക്ഷനെ കാണാനാ. ഞങ്ങള് പ്രസിഡന്റിന്റെ വീട്ടില് മഷി നോക്കി വരുന്ന വഴിയാ. ആയിക്കോട്ടെ, എനിക്ക് ഉൽപ്പലാക്ഷനോട് സംസാരിക്കാനുണ്ട്. അതിന് ടോക്കൺ എടുക്കണം. വൈദ്യരെ, അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എപ്പോഴാണെന്ന് വെച്ചാ കണ്ടോളൂ. വന്നോളൂ. ഇതാ, ഇതാ. പ്രധാനമായിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാൻ പോവാ. ലംബോദരൻ വരണ്ട. ഓ, അല്ല വൈദ്യരെ, ബലഹീനതയ്ക്ക് വല്ല മരുന്നുണ്ടോ? എന്തിനാ? എനിക്കൊരാളാകാൻ. ഇരിക്കൂ. കണാറിന്റെ വീട്ടിൽ പോയിന്ന് അറിഞ്ഞു. പോയിരുന്നു. അവിടെ പോവരുത്. അവൻ മഹാപഴയാ. അവന്റെ മോള് അതിലേറെ പഴയാ. മോൻ അമ്പികയെ കണ്ടിട്ടുണ്ടോ? ഏതംബിക? എന്റെ മോള് സുന്ദരിയാ. മോന്റെ ജാതി മതമൊന്നും ഞാൻ ചോദിക്കുന്നില്ല. ഈ നാട്ടിൽ നിന്ന് മോനൊരു കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അതെന്റെ മോളെ ആയിരിക്കണം. കല്യാണക്കാര്യം ഞാൻ ആലോചിച്ചിട്ട് പോലുമില്ല. ആലോചിക്കാനൊന്നുമില്ല, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് വീട്ടുകാരെ വിവരം അറിയിക്കണം. പെട്ടെന്നൊരു തീരുമാനം. സമയെടുത്തോളൂ. പിന്നൊരു കാര്യം, ഇനിമേലിൽ കണാറിന്റെ വീട്ടിൽ പോകരുത്. ഇല്ല. ഉൽപ്പലാക്ഷനുള്ള ഭക്ഷണം ഇവിടെ എത്തും. അത്രയും വേണോ? വേണം. എന്റെ മരുമകനാകാൻ പോകുന്നവൻ കണ്ടവന്റെ എച്ചിൽ തിന്നാലേ എനിക്കാ ക്ഷീണം. തിന്നില്ല. തിന്നരുത്. എന്നെ ധിക്കരിച്ചാൽ പിന്നെ ഒന്നും തിന്നേണ്ടി വരില്ല. മനസ്സിലായോ? വരട്ടെ. അങ്ങനെ ഇപ്പൊ കണാരൻകാർന്നവരുടെ മോള് തങ്കമണി ഉൽപ്പലാക്ഷന് 3 നേരവും വെച്ച് വിളമ്പണ്ട. ഉൽപ്പലാക്ഷൻ ഉച്ചയ്ക്ക് ഉണ്ണാൻ വരുന്നതും കാത്ത് വീട്ടിലിരിക്കത്തേ ഉള്ളു കാരണവര്. അതിനു മുമ്പ് അംബിക ചോറുമായി ഉൽപ്പലാക്ഷന്റെ അടുത്തെത്തണം. ഞാൻ പോയില്ല. വെട്ടി തുറക്കും ഞാൻ. പാത്രം എടുക്കടേ. ഇതാ. ഇടവും വലവും തിരിയാതെ അവന്റെ അടുത്തേക്ക് നടക്കടേ. കൊട പിടിച്ചോണ്ട് ഞാൻ പോണ പുറകെ. ലംബോദര, ഓ, പറഞ്ഞത് ചെയ്താ മതി എല്ലാവരും. ഓ, ആ, അംബികയുടെ ഉൽപ്പലാക്ഷന്റെ കല്യാണം കഴിയുന്നവരെങ്കിലും വൈദ്യർ എന്റെ കൂടെ തന്നെ നിൽക്കണം. അത് പിന്നെ പറയണോ? പിന്നെ ഇപ്പൊ എനിക്ക് ഇത്തിരി തിരക്കുണ്ട്. ഞാൻ പിന്നെ വരാം. വരട്ടെ. ശരി, വരട്ടെ. സ്നേഹമുള്ളവനാ. ആരോട്? ലംബോദര, എന്തോ? നാരായണി അവളുടെ മോൾക്ക് വേണ്ടി മത്സരിക്കുക. അവള് ജയിക്കരുത്. മോൾ അച്ഛന്റെ മാനം കാക്കണം. അച്ഛാ, എല്ലാം നല്ലതിനാണെന്ന് കരുതിക്കോളൂ. വിശ്വാമിത്രന്റെ തപസളക്കാൻ ചെന്ന മേനയുടെ കഥ മോള് കേട്ടിട്ടില്ലേ? പുരാണങ്ങളിലൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്ന എന്തിനാ? ആവശ്യം വരുമ്പോ ജീവിതത്തിലിട്ട് പ്രയോഗിക്കാനാ. അച്ഛൻ ഇനി മുന്നോട്ടില്ല. മോള് പോയിക്കോളൂ. പോയി ഇതൊക്കെ മോളുടെ കൈ കൊണ്ടുണ്ടാക്കിയെന്ന് പറഞ്ഞ് ആദ്യം അവന്റെ മനസ്സ് പിടിച്ചെടുക്കാൻ നോക്ക്. ആലോചിക്കാനുള്ളതൊക്കെ ഞാൻ ആലോചിച്ചു കഴിഞ്ഞു. അച്ഛനാ പറയുന്നത്. മോള് ചെല്ല്. ചെല്ല് മോളെ. ചെല്ല് മോളെ. എന്റെ ഭഗവതി, എല്ലാം മംഗളമാക്കി തരണേ. അയ്യോ, ആരാത്? എനിക്ക് വിശ്വസിക്കാമോ? അമ്മ പറഞ്ഞു ചോറ് കൊണ്ടുവരാൻ. ഓ, എനിക്ക് ശുക്രദശ തുടങ്ങിയെന്നാ തോന്നുന്നു. എന്താ? ഏയ്, നല്ല വിശപ്പ്. വിരോധമല്ലെങ്കിൽ അമ്പയുടെ കൈ കൊണ്ട് തന്നെ വിളമ്പിക്കോളൂ. വൈദ്യരെ, ഈ തങ്കമണി. ഉൽപ്പലാക്ഷന് കോളടിച്ചടാ. അപ്പൊ എന്റെ കാര്യം? ഇതെല്ലാം നിനക്ക് വേണ്ടി അല്ലടാ. കുറച്ചുകൂടി.
ഇതെന്താ? ചോറ്. എന്റെ അമ്മ എനിക്കും എന്ത് പറ്റി? അച്ഛൻ പറഞ്ഞു ഇത് മുഴുവനും തിന്നണമെന്ന്. അമ്മ പറഞ്ഞു ഇത് മുഴുവനും തീറ്റിക്കണമെന്ന്. പൊന്നുകിനാവേ പുലർമണിപ്പാവേ പുന്നാരം ചൊല്ലാതെ ചിങ്കാര ചിറകുമായി പോകയോ പോകയോ. കുഞ്ചാതെ തുള്ളി തുടിക്കാതെ വല്ലോരും കണ്ടാലി കുഞ്ഞാര കുറുമ്പുകൾ നാണമായി അകലെ മലത്താൾ വരയഴകു തലോടുകയായി നമുക്കായി നറുതീൻ കുളിപ്പൂവിലൊരമൃതമുലാവുകയായി നമുക്കായി. പൊൻപരാഗം നെഞ്ചിലേറ്റി ചൂടാമല്ലി പൂചൂടി താമര കണ്ണിൽ കാർമഷി ചിന്നിയ കാണാ സ്വപ്നത്തെ മൂടി വെണ്ണുര തിന്നിയ കാൽത്തള ചാർത്തിയ താഴെ പുഴയിൽ നീരാടി താഴ്മുളം തണ്ടുമായി പാടി വരുന്നൊരു പൂങ്കാറ്റെ വാരിളം തുണ്ടിലേ രാഗമെനിക്കു തരാമോ നീ. പൊന്നും കിനാവേ പുലമണിപ്പാവേ പുന്നാരം ചൊല്ലാരി ചിങ്കാര ചിറകുമായി പോകയോ പോകയോ. കുഞ്ചാതെ തുള്ളി തുടിക്കാതെ വല്ലോരും കണ്ടാലി കുഞ്ഞാര കുറുമ്പുകൾ നാണമായി നാണമായി. വസന്തം അമ്പിളി തെളിയുമൊരമ്പര നടയിൽ ആരാജാലം പൂക്കാലം എന്നാണൻ കണ്ടേ രാഗമംഗലം പൊന്നും കിനാവേ പുലർമണിപ്രാവേ പുന്നാരം ചൊല്ലാതി ചിങ്കാര ചിറകുമായി പോകയോ പോകയോ കൊഞ്ചാതെ തുള്ളി തുടിക്കാതെ വല്ലോരും കണ്ടാലി കുഞ്ഞാര കുറുമ്പുകൾ നാണമായി അകലിൽ മലതാൾ വരയഴകു തലോടുകയായി നമുക്കായി നറുതേൻ കുളിപ്പൂവിനൊരമൃതമുലാവുകയായി നമുക്കായി പൊന്നും കിനാവേ പുലർമണിപ്രാവേ പുന്നാരം ചൊല്ലാതി ചിങ്കാര ചിറകുമായി പോകയോ പോകയോ. മോളെ എന്ത് പറ്റി മോളെ എന്ത് പറ്റി? തങ്കമണിക്ക് സുഖമില്ല നിങ്ങൾ വൈദ്യുതി വിളിക്കണ്ട മോളെ കുട്ടിക്ക് എന്തേ പറ്റിയേ? അത് ഞങ്ങൾക്ക് അറിയാമായിരുന്നെങ്കിൽ പിന്നെ തന്നെ വിളിക്കേണ്ട കാര്യമുണ്ടോ? അല്ല, ആകാംക്ഷ കൊണ്ട് ചോദിച്ചു പോയതാ. എവിടെ രോഗി എവിടെ? അവിടെ. എനിക്കല്ല ചേച്ചിക്കാ. ചേച്ചിയായാലും അനിയത്തിയായാലും ഒക്കെ ഒരുപോലെ.
എന്താ തുറന്നു പറയൂ. അത് കേൾക്കാനുള്ള മനക്കെട്ടി ഇവിടത്തേക്കുണ്ടോ എന്നെനിക്കറിയില്ല. എന്താണെങ്കിലും കേട്ടല്ലേ പറ്റൂ. തങ്കമണി ഒരു അമ്മയാവാൻ പോകുന്നു. 3 മാസം ഗർഭിണിയാ. നേരാണോ വൈദ്യരെ? ഇത് ശരിയാണെങ്കിൽ തനിക്ക് ഒരു പൊന്നുറുപ്പിയ തരും. നിങ്ങൾക്ക് എന്താ മനുഷ്യ ഭ്രാന്ത് പിടിച്ചോ? കല്യാണം കഴിയാത്ത പെണ്ണ് ഗർഭം കയറി നിൽക്കുമ്പോ നിങ്ങൾ സന്തോഷിക്കുന്നോ? ഈ പോടി അവിടെ നിന്ന് തന്തയില്ലാത്ത കുഞ്ഞിനൊന്നും എന്റെ മോള് പ്രസവിക്കാൻ പോകത്തില്ല. 4000 മത്സരത്തിൽ ഞാൻ ജയിച്ചിരിക്കുന്നു. ഉൽപ്പലാക്ഷൻ ഇനി എന്റെ മോളെ കെട്ടു. ഞാനിനി എന്താണാവോ വേണ്ടത്? താൻ ചെന്ന് നാട് മുറുക്ക ഉറക്കെ പറയാ. വടക്കേക്കര കടാറുന്നത് പേരെക്കുട്ടി ജനിക്കാൻ പോകുന്നത്. മതിനോട്ടക്കാരന്റെ ഉൽപ്പലാക്ഷനാണ് എന്റെ ബരി വേണ്ടത്. ഇനി ഞാനൊരു കളി കളിക്കോട് വിശാലാക്ഷി. ഈ മുറ്റത്തൊരു പണിപ്പന്തലൊരുങ്ങും. എന്റെ മകളുടെ കച്ചിൽ ഉൽപ്പലാക്ഷൻ താലി കെട്ടും. ഓരോയിനിയും മക്കളും ഈ ഗ്രാമം വിട്ടോടും. എവിടെ അമ്പി? എവിടെ? അവിടെ കിടന്ന് നോക്കാനിക്കണോ? ഇങ്ങോട്ട് വരിക, ഞാനൊന്ന് നോക്കട്ടെ. പതുക്കെ പതുക്കെ. അവളുടെ കൈ പിടിച്ച് ഇവിടെ ഇത്ര. ഓ, അങ്ങോട്ടിരുന്നോളൂ. കയ്യൊന്നും നിൽക്ക. കുടുംബത്തിന് ചീത്തപ്പേരായല്ലോ. വൈദ്യരെന്താ പറഞ്ഞു വരുന്നത്? ഗർഭം, അവിഹിത ഗർഭം. അവിഹിത ഗർഭം നിന്റെ തള്ളക്ക്. എന്റെ മോള് ഗർഭിണിയാണെങ്കിലേ അവളുടെ വയറ്റി കിടക്കണ കുട്ടിക്ക് തന്തയുണ്ട്. പേരും പെരുമയുള്ള ഉൽപ്പലാക്ഷൻ. മുങ്ങാങ്കുഴി ഗ്രാമത്തിൽ ഇനിയൊരു മത്സരത്തിന്റെ ആവശ്യമില്ല. കാരണം ഞാനിവിടെ ജയിച്ചിരിക്കുന്നു. ഉൽപ്പലാക്ഷൻ ഇനി എന്റെ മോളെ കിട്ടു. അവിടെ കണാരൻകാരനോരുടെ മോളും ഗർഭിണിയാ. അതും ഉൽപ്പലാക്ഷനാണെന്നാ പറയുന്നേ. ആ ഗർഭത്തിന്റെ ഉത്തരവാദിത്വത്തിനെ കാണാറ് വേറെ ആളെ നോക്കേണ്ടി വരും. എന്റെ ഈശ്വര, ഇനി എന്താണാവോ അടിയന്റെ ജോലി? അംബിക ഉൽപ്പലാക്ഷൻ തമ്മിലുള്ള കല്യാണം കഴിയുന്നവരെ വൈദ്യരിന് മറ്റൊരു ജോലിയും ചെയ്യണ്ട. അത് ഞാൻ ഏറ്റു. എങ്കിൽ പോവാം. നാടൊട്ടും കല്യാണം ക്ഷണിക്കാനുള്ള ഏർപ്പാട് ചെയ്യ. അതും ഞാൻ ഏറ്റു. ലംബോദര, ഓ, എല്ലാം കേട്ടല്ലോ? കേട്ടു. എന്നാ ഇനിയെങ്കിലും ചടഞ്ഞുകൂടി ഇരിക്കാതെ ഒന്ന് ഉഷാറാവുക. മോളുടെ കല്യാണല്ലേ വരുന്നത്. ഇത്രയും കാലമായിട്ട് നമ്മുടെ നാട്ടിലേക്ക് ഒരു സംഭവം നടന്നിട്ടില്ല. അതും തറവാട്ടിൽ പറഞ്ഞ 2 പെൺകുട്ടികള് കല്യാണത്തിന് മുമ്പ് ചീത്തപ്പേര് കേൾപ്പിക്കാൻ തന്നെ കഷ്ടം തന്നെയാ. ആരായിരിക്കും ഇതിന്റെയൊക്കെ പിന്നില്? എന്താ എല്ലാരും കൂടെ ഒരു ചർച്ച? അറിഞ്ഞില്ലേ അംബികയുടെ തങ്കമണിയുടെ വിശേഷം? അതുവരെ ഞാൻ അറിയാണ്ടിരിക്കോ? അതെന്താ അങ്ങനെ? ഇനിയിപ്പോ ഞാനായിട്ടൊന്ന് മറച്ചു വെക്കില്ല. ഞാനല്ലേ ഇതിന് കാരണക്കാരൻ. അത് ശരി. ഇനിയെങ്കിലും നിങ്ങൾ എല്ലാവരും ചേർന്ന് ആ പെൺകുട്ടികളെ എനിക്ക് കല്യാണം കഴിച്ചു തരണം. അക്കാര്യം ഞങ്ങൾ ഏറ്റു. വലിയ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ നീ എന്റെ പെണ്ണറെ പറ്റി അബോധം പറയാലടാ. എന്റെ അളിയനോടല്ലടാ. ഇതിനൊക്കെ കാരണക്കാരനാ ഉൾപ്പെടാത്തതാണ്. ഇതാരാ? ഞാൻ അലക്സാണ്ടർ. നിങ്ങൾ ഏഷണിവെതിരല്ലേ? എല്ലാരും അങ്ങനെയാ വിളിക്കുക. നിന്റെ മഷിനോട്ടക്കാരൻ ആ കാലത്തല്ലേ വൈദ്യരുടെ നിലവിളിയല്ലേ കേൾക്കുന്നത്? നീ എന്താണെന്ന് പോയി നോക്കേ. ഞാനിവിടെ ഉണ്ടെന്ന് പറയല്ലേ? പറയാനാ പറഞ്ഞത്. ഇത് ഞാനാ ജോയിക്കുട്ടി, അലക്സാണ്ടർ. നീ ഇവിടെ കയറി ഒളിച്ചിരുന്ന ഞാൻ നിന്നെ കണ്ടുപിടിക്കില്ലെന്ന് കരുതി അല്ലേ? ജീവനോടെ നീ എവിടെ ഉണ്ടെങ്കിലും ഞാൻ നിന്നെ പൊക്കും. ഉള്ള കാര്യം അങ്ങ് പറഞ്ഞേക്കാം. ഇവനെ ജോയ്ക്കുട്ടി, ഇവൻ എന്റെ കള്ളക്കടത്ത് ശൃംഖലയിലെ ഒരു അംഗമായിരുന്നു. എന്റെ കണ്ണു വെട്ടിച്ച് ലക്ഷക്കണക്കിന് രൂപയുടെ സ്വർണവുമായി ഇവൻ മുങ്ങി.
ഇവിടെ നിങ്ങളുടെ മഷിനോട്ടക്കാരനായി പൊങ്ങിയിരിക്കുക. ഇപ്പൊ നിങ്ങളുടെയൊക്കെ അറിവോടും സമ്മതത്തോടും കൂടി ഞാൻ ഇവനെ കൊണ്ടുപോവുകയാണ്. പിടിച്ച് കേക്കടാ ഇവനെ. ഇങ്ങോട്ട് ഇറങ്ങാം. പറഞ്ഞിരുന്നില്ല അലക്സാണ്ടർ കൂട്ടുവാ. വേഗം പോയി കുറെ ആളെ വിളിച്ച് കൂട്ടാൻ നോക്കുക, അല്ലെ സംഗതി കുഴപ്പമാവും. ഇവിടെ വൈദ്യരെ അല്ല ഇന്നിപ്പോ പുറത്തിറങ്ങി. അതൊക്കെ പറഞ്ഞു വരുമ്പോഴേക്കും ഉൾപ്ലാക്ഷൻ എവിടെ കൊണ്ടുപോകും. താൻ വേഗം പോയി കുറച്ച് ആളുകളെ വിളിച്ചോണ്ടോ. അതുവരെ ഇവരെ ഞങ്ങൾ അറിഞ്ഞോളാം. താൻ വീഴ്ചിക്കാൻ ചെല്ലടോ. ഉൽപ്പലാക്ഷനെ പിടിച്ചുകൊണ്ട് പോകാൻ കുറെ ആൾക്കാർ വന്നിരിക്കുന്നേ. നാരായണി തള്ളയച്ചതാണെന്നാ തോന്നുന്നേ. നിങ്ങൾ വേഗം വന്ന് രക്ഷിച്ചില്ലെങ്കിൽ നിങ്ങളെ മോളെ വയറ്റിൽ കിടക്കണ കൊച്ചിന് അച്ഛനുണ്ടാവില്ല. അടി നടക്കുന്നേ, അടി നടക്കുന്നേ. ആരടിക്കുന്നെന്ന് ഉൽപ്പലാക്ഷനെ പിടിച്ചോണ്ട് പോവാൻ കണാരം കാർന്നോട് ആളെ അയച്ചിരിക്കുന്നത്. അവന് അത്ര ധിക്കാരോ? കുറെ ആളെയും കൂട്ടി നമ്മൾ ഉടനെ അവിടെ എത്തണം. ലംബോദയ, ഉടനെ ആളെ ഏർപ്പാട് ചെയ്യേ. എന്താ തുറച്ചു നോക്കുന്നേ? എന്താ നിങ്ങൾ എന്താ ഈ കാണിച്ചത്? എന്റെ ഭാര്യയെ തല്ലി. ലംബോദര, നിന്നെ ഞാൻ പറയടി, പറ. നീ എന്നെ എന്ത് ചെയ്യും? നീ എന്നെ ഒരു ചുറ്റും ചെയ്യില്ല. ഇത് ഞാൻ കുറെ മുമ്പേ ചെയ്യേണ്ടതായിരുന്നു. ഇവളുടെ മുഖത്ത് ഒരു അടിയടിച്ച് പടിയിറങ്ങി പോകാതെ ഇത്രയും കാലം ഇവിടെ എല്ലാം സഹിച്ചു നിന്നത് എന്റെ മക്കളെ ഓർത്താണ്. ഇവരെ തന്തയില്ലാത്തവരും നാട്ടുകാർ പറയുമല്ലോ എന്ന് കരുതിയാണ് ഞാൻ ഇവിടെ ചടഞ്ഞുകൂടി കിടന്നത്. തുള്ളി തുള്ളി സ്വന്തം മകൾക്ക് ഗർഭം വരെ ഉണ്ടാക്കി കൊടുത്തില്ലേ നീ? നാട്ടുകാരുടെ മുമ്പിൽ തല ഉയർത്തി നടക്കാൻ പറ്റുമോ ഇനി ഇവർക്ക്? ഇനിയും നിന്നെ കയറൂരി വിട്ടാലേ ഈ നാട് മുടിക്കുന്നു. വൈദ്യരെ, ഇനി ഞാൻ പറയുന്നേ ഇവിടെ നടക്കും. അല്ല, ഞാനിനി എങ്ങോട്ടാ നടക്കേണ്ടതെന്ന് കൂടി പറഞ്ഞാൽ കവലയിലേക്ക് തന്നെ നടന്നു. ഞാൻ കുറെ ആളുകളുമായി പിന്നാലെ വരാം. അത് മതി. നാരായണി, കൊടപടി പിടിക്കടി ചൂരേ. മക്കളും വാ. ഒറ്റക്കച്ചിക്കുവാണ്. വൈദ്യുതി
പ്രശ്നങ്ങളെ കഴിഞ്ഞില്ലേ? വാ, ഇനി നമുക്ക് എന്റെ വീട്ടിലേക്ക് പോവാം. നമ്മുടെ മോളുടെ കാര്യം അങ്ങനെ കൊണ്ടുപോകാൻ വരട്ടെ അളിയ. അളിയനും അളിയന്റെ പെങ്ങൾക്കും അറിയാൻ പാടില്ലാത്ത കുറെ കാര്യം ഇവര് പറയും, അല്ലേ പങ്കജാഷ? അല്ലാതെ ഞാൻ ഉദ്ദേശിച്ചാലും വലിയ തിരിച്ചടി കണാരേട്ടനും നാരായണി അടുത്തേക്കും കിട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പോ നമുക്കത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാ. അങ്ങനെയൊക്കെ അവസാനിപ്പിച്ചാൽ എങ്ങനെയാ? എന്റെ മോള് തന്തയില്ലാത്ത കുട്ടിയെ പ്രസവിക്കണോ? ദൈവമേ, നമ്മുടെ മോള് വഴിയാധാരമായല്ലോ. അതോർത്ത് ആരും സങ്കടപ്പെടണ്ട. നിങ്ങളുടെ മക്കൾ രണ്ടുപേരും ഗർഭിണികളല്ല. എനിക്ക് വേണ്ടിയുള്ള മത്സരങ്ങൾ നടക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മക്കൾ 4 പേരും വന്ന് വർഷങ്ങളായുള്ള അവരുടെ പ്രണയകഥ എന്നോട് പറഞ്ഞിരുന്നു. നിങ്ങളുടെയൊക്കെ കണ്ണി പൊടിയിടാൻ വേണ്ടി ഞാനും പങ്കജാക്ഷനും വൈദ്യരും ചേർന്ന് മഷിനോട്ടം പോലെ തന്നെ നടത്തിയ മറ്റൊരു നാടകമായിരുന്നു ഇത്. സഹായത്തിന് എമ്പോരും ചേട്ടനും ഉണ്ടായിരുന്നു. എന്റെ ഈശ്വരൻ, ഇനിയെങ്കിലും വാശിയും വൈരാഗ്യവും ഒക്കെ കളഞ്ഞ് അവരുടെ കല്യാണം നടത്തി കൊടുക്കാൻ നോക്ക്. വൈദ്യരെ, അവിടെ നിൽക്ക് വൈദ്യരെ, അങ്ങോട്ട് വന്നേ. ഒരുപാട് ഏഷണി പറഞ്ഞ് പിരിച്ചതല്ലേ, ആ കൈ ഇങ്ങി പിടിക്ക്. ഞാൻ പിടിക്ക്. എമ്പോരും ചേട്ടാ, നാരായണേട്ടത്തിന്റെ കൈ പങ്കേശ, ഇനി നമുക്ക് കൂട്ടിച്ചേർക്കല്ലേ? ഇനിയെങ്കിലും എനിക്കൊരു സത്യം അറിഞ്ഞേ പറ്റൂ. ആരാ ഉരുളി കെട്ടത്? കിനാവേ പുലർമണിക്കാവേ പിന്നാരം ചൊല്ലാതെ ചിങ്കാര ചിറകുമായി പോകയോ.